നമ്മുടെ ഗ്ലോബൽ എക്കോണമി എന്ന് പറയുന്നത് ഒരു വൺ വൾണറബിൾ സ്റ്റേജിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പത്രം വായിക്കാറുണ്ടോ? ഉണ്ടോ? ഓക്കെ, എന്നാൽ പറ, വൈ ഡിഡ് ഐ സേ ദാറ്റ് ദ ഗ്ലോബൽ എക്കോണമി ഈസ് വൾണറബിൾ? ഞാൻ ആരോടും ചോദ്യം ചോദിക്കില്ല കേട്ടോ, ഞാൻ ജനറലായിട്ട് ചോദിക്കുകയുള്ളൂ, നമുക്ക് അങ്ങനെ ചോദിച്ച് പോകാൻ ടൈമില്ല. സോ ഗസ്, എന്തുകൊണ്ടായിരിക്കും ഗ്ലോബൽ എക്കോണമി ഇപ്പോൾ വൾണറബിലിറ്റി ആണെന്ന് പറയുന്നതിൻ്റെ കാര്യം? പ്രൊട്ടക്ഷൻസ്, പ്രത്യേകിച്ചും US താരിഫാണ്. US ഇന്ത്യക്കെതിരെ മാത്രമല്ല, ഒരുപാട് രാജ്യങ്ങൾക്കെതിരെ US താരിഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ US എക്കോണമി എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ എക്കോണമിയുടെ ഒരു നെടുന്തൂൺ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഗ്ലോബൽ എക്കോണമിയെ ഭയങ്കരമായിട്ട് മാറ്റും, പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് നേഷൻസിനെ. ഓക്കെ, അപ്പം US എക്കോണമിയുടെ താരിഫ്സ് ഒരു പ്രശ്നമാണ്. പിന്നെന്തായിരിക്കും? വാറുണ്ട്, ഇപ്പോൾ ഓൺഗോയിങ് റഷ്യ യുക്രൈൻ വാറുണ്ട്. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും? ഇപ്പം നേരത്തെ കുറച്ച് കാലം മുമ്പ് നമ്മൾ കണ്ടു, നമുക്കധികം ബാധിച്ചിട്ടില്ല, ഈ യുക്രൈനിൽ നിന്നുള്ള എക്സ്പോർട്സിനെയൊക്കെ അത് ഒരുപാട് ബാധിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളെയും നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളെയൊക്കെ അത് ഒരുപാട് ബാധിച്ചിരുന്നു. അപ്പം ഈ റഷ്യ യുക്രൈൻ വാർ ഒരു പ്രശ്നമാണ്. പിന്നെ മറ്റൊരു ഇഷ്യൂ ചേഞ്ചിങ് ജിയോ പൊളിറ്റിക്കൽ ആക്സസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ USA യൂറോപ്പിനെതിരെ തിരിഞ്ഞു, അവർക്ക് ഗ്രീൻലാൻഡ് വേണം എന്നൊക്കെ പറയുന്നു. അപ്പം യൂറോപ്പിന് ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. യൂറോപ്പിൻ്റെ വലിയൊരു മിലിറ്ററി പവറാണ് നേറ്റോയ്ക്ക് US നന്നായിട്ട് US ആണ് നേറ്റോയുടെ നെടുന്തും. അപ്പോൾ യൂറോപ്പ് നേറ്റോ ഉള്ളതുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് സെക്യൂരിറ്റി, വലിയ ഡിഫൻസ്, ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്ന പോലെയോ ചൈന ചെയ്യുന്ന പോലെയോ റഷ്യ ചെയ്യുന്ന പോലെ ഒരു വലിയൊരു മിലിറ്ററി സെറ്റപ്പ് ഒന്നും യൂറോപ്പിനില്ല. അവർ നേറ്റോ ആണ് അവരുടെ മെയിൻ ഇത്. അപ്പോൾ US തന്നെ യൂറോപ്പിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ യൂറോപ്പിൽ ഓൾറെഡി എനർജി ക്രൈസിസ് ഉണ്ട്. അപ്പോൾ അവർ റഷ്യയെ ബോയ്ക്കോട്ട് ചെയ്തു. എന്തുകൊണ്ടാണ്? അവർ റഷ്യ യുക്രൈനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് യൂറോപ്പ് റഷ്യയെ ബോയ്ക്കോട്ട് ചെയ്തു. ഇപ്പോൾ US-നെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഗ്ലോബലി മൊത്തം ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസ് പ്രശ്നം നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഒരു ജിയോ പൊളിറ്റിക്കൽ വൾണറബിലിറ്റിയിലോട്ട് പോകുന്ന കാര്യങ്ങൾ. അപ്പം ഇങ്ങനെ ഒരു വൾണറബിൾ സിറ്റുവേഷനിലാണ് നമ്മുടെ എക്കണോമിക് സർവേ വരുന്നത്. അത് എടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നതുണ്ട്. സോ നമുക്ക് ഇന്ന് പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു 3 ചാപ്റ്റേഴ്സ് നോക്കാം. 17 ചാപ്റ്ററോളം ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സുകളായിട്ട് കുറച്ചുകൂടെ പെട്ടെന്ന് തീർക്കാം. അപ്പോൾ ഈ 3 ചാപ്റ്ററിലൂടെ നമ്മുടെ സർവേ എന്താണ് പറഞ്ഞു വരുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും കേട്ടോ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്നോട് ചോദിക്കണം, മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. മേക്ക് യൂസ് ഓഫ് ദ ടൈം. സോ നമുക്ക് ആദ്യം തന്നെ സർവേ വലിയൊരു 3-4 പേജുള്ളൊരു പ്രിഫേസ് പറയുന്നുണ്ട്. ആ പ്രിഫേസിൽ എന്താണ് സർവേ ഉദ്ദേശിക്കുന്നത്, ഇന്ത്യയുടെ എക്കോണമി എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഒരു എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? വാട്ട് ഈസ് അവർ എക്കണോമിക് സ്റ്റേറ്റ് നൗ? ഗ്ലോബൽ ഇക്കോണമിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അത് ഇന്ത്യയെ ബാധിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും ഇന്ത്യയെ ബാധിച്ചിട്ടുള്ളത്? അത് സ്വാഭാവികമായിട്ടും എല്ലാ കാലത്തും കൂടുതലാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി റുപ്പി ഡിപ്രീസിയേഷൻ ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ US ഡോളർ ഇപ്പോൾ $1 എത്രയാണ്? 90 റുപ്പീസ് കടന്നു. ഇപ്പം ചെറിയൊരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഗോൾഡ് പ്രൈസസ് ഭയങ്കരമായിട്ട് കൂടുന്നു. വാട്ട് ഡസ് ദാറ്റ് ഇൻഡിക്കേറ്റ്? ഗോൾഡ് ക്രമാതീതമായിട്ട് കൂടി പോവാം. വാട്ട് ഡസ് ദാറ്റ് ഇൻഡിക്കേറ്റ്? അൺസ്റ്റേബിൾ. ഗോൾഡിൻ്റെ പ്രൈസ് കൂടുന്നതെന്ന് വെച്ചാൽ ഗോൾഡിൻ്റെ ഡിമാൻഡ് കൂടുന്നതുകൊണ്ടാണ്. അപ്പോൾ ഗോൾഡിൻ്റെ ഡിമാൻഡ് കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് എ സേഫ് അസറ്റ്. ഇറ്റ് ഈസ് ഓൾവേസ് എ സേഫ് അസറ്റ് ഗോൾഡ്. അപ്പോൾ അത് മേടിച്ച് കൈ വെച്ച് കഴിഞ്ഞാൽ എനി ടൈം യു വിൽ ഹാവ് വാല്യൂ ഫോർ ഇറ്റ്. സോ ആൾക്കാർ കൂടുതലും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിൽ നിന്ന് മാറി, അതായത് ബോണ്ടുകൾ, ഈക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതിൽ നിന്നെല്ലാം മാറി കുറച്ചും കൂടെ സേഫ് അസറ്റായിട്ടുള്ള ഗോൾഡിലേക്ക് തിരിയുന്നു എന്നാണ് അത് കാണിക്കുന്നത്. സോ ദാറ്റ് ഷോസ് ദാറ്റ് അവർ ഗ്ലോബൽ എക്കണോമിക് പെർസ്പെക്റ്റീവ് ഇസ് ഓൺ എ വേഴ്സർ സൈഡ്. അതുപോലെ ബോണ്ട് ഈൽഡ്. വോട്ട് യു നോ അബൌട്ട് ബോണ്ട് ഈൽഡ്? അതൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റാണ് കേട്ടോ, പിന്നെ എടുക്കാം. നമ്മൾ പറഞ്ഞു വന്നത് എവിടെ നിന്നായിരുന്നു? വാട്ട് ഈസ് ദ ഇമ്പാക്റ്റ് ഓൺ ദി ഇന്ത്യൻ ഇക്കോണമി? അപ്പോൾ സർവേ പറയുന്നത് ഗ്ലോബലി പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഇന്ത്യൻ എക്കോണമിയെ കാര്യമായിട്ടൊന്നും ബാധിച്ചിട്ടില്ല. ഓക്കെ, സർവേ അങ്ങനെ പറയുള്ളൂ. സ്ഥിരമായിട്ട് പറയുന്നത് പോലെ തന്നെ ഇന്ത്യൻ മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി ഈസ് വെരി ഹൈ. ഗ്ലോബൽ ഹെഡ്വിൻസ് ഒന്നും ഇന്ത്യയെ ബാധിക്കുന്നില്ല എന്നുള്ള സ്ഥിരം ടേംസ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് അണ്ടർലൈൻ ചെയ്യാനുള്ള ഡേറ്റയും ഇവരുടെ കയ്യിലുണ്ട്, ചുമ്മാ തള്ളുന്നതല്ല. ദേ ഹാവ് ദ ഡേറ്റ ഫോർ ഇറ്റ്. ലെറ്റ്സ് സീ വാട്ട് ദേ ആർ.
സോ പ്രിഫേസിൽ തന്നെ പറയുന്നു മാക്രോ എക്കണോമിക് കണ്ടിന്യൂറ്റി ഡിസ്പൈറ്റ് ദ ഷിഫ്റ്റിംഗ് ഗ്ലോബൽ എക്സ്പെക്ടേഷൻസ് ഇൻ ഇന്ത്യ ഇൻ 2025 ഇന്ത്യ മെയിൻറ്റെയിൻ എ സ്ട്രോങ് പോസ്റ്റ് കോവിഡ് മാക്രോ എക്കണോമിക് പെർഫോമൻസ്. അതിൻ്റെ പ്രധാന കാര്യം നമുക്കിപ്പം റുപ്പി ഡിപ്രീസിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇൻഫ്ലേഷൻ വളരെ ലോ ആണ്. ഓക്കെ, ഇൻഫ്ലേഷൻ വളരെ ലോ ആണ്, നമുക്ക് കാണാം, ഡീറ്റെയിൽ ആയിട്ട് കാണാം. പക്ഷേ എന്താണ് ഈ മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി ഇന്ത്യയിൽ നടക്കുന്ന ഇപ്പം ഇന്ത്യ മാക്രോ എക്കണോമിക്കലി അതെന്താണെന്ന് ഞാൻ പറയാം, സ്റ്റേബിൾ ആണ് എന്ന്. മാക്രോ എക്കണോമിക് എന്ന് പറഞ്ഞാൽ എന്താ? മാക്രോ വലുത്, മൈക്രോ ചെറുത്. അപ്പം വലിയ വലിയ കാര്യങ്ങൾ, ഇൻഫ്ലേഷൻ, നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു സ്ട്രോങ്ങർ പൊസിഷനിലാണെന്നാണ് എക്കണോമി പറയുന്നത്. അതിൻ്റെ പ്രധാന കാര്യങ്ങൾ ഇൻഫ്ലേഷൻ തന്നെ നോക്കിയാൽ മതി. ഇപ്പം ഇൻഫ്ലേഷൻ വളരെ കുറവാണ് ഇന്ത്യയിൽ. ഓക്കെ, അതിനെ സിഗ്നിഫൈ അതിൻ്റെ ഇൻഫ്ലേഷൻ കുറവാണെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്താ? ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ വളരെ കുറവാണെന്ന് പറയാൻ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ വരുന്ന കാര്യം എന്താ? RBIയുടെ പോളിസി റേറ്റ്, RBI മോണിറ്ററി പോളിസി റേറ്റിൻ്റെ സ്റ്റാൻസ് ഇപ്പം എങ്ങനെയാണ് പോകുന്നത്? ട്രെൻഡ് എന്താ? കഴിഞ്ഞ ഒരു വർഷമായിട്ട് അത് ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് 6.25 6.5 കടന്ന റേറ്റ് ഇപ്പോൾ 5 എത്തി. ദാറ്റ് സിഗ്നിഫൈസ് വാട്ട്? ഇൻഫ്ലേഷൻ ഇസ് വെരി ലോ. ഇൻഫാക്ട് ഫുഡ് ഇൻഫ്ലേഷൻ ഡിഫ്ലേഷനിലേക്ക് പോയി. നെഗറ്റീവ് ഗ്രോത്ത് ആണ് ഫുഡ് ഇൻഫ്ലേഷൻ. അതുപോലെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്താണ്? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ പല പോയിന്റ്സ് പറയും. ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറയും, ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയും, കോർ ഇൻഫ്ലേഷൻ എന്ന് പറയും. അപ്പോൾ ഈ കൺസെപ്റ്റ് അറിയാമെങ്കിൽ സർവേ പെട്ടെന്ന് തീരും. അറിയത്തില്ല നമ്മൾ പിന്നെയും എന്താ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ? വൈ ഡു വി കോൾ ഇറ്റ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ? കാരണം അതാണ് നമ്മൾ ആദ്യം കാണുന്നത്. പേപ്പർ തുറക്കുമ്പോൾ ആദ്യം കാണുന്ന ഇൻഫ്ലേഷൻ ഡേറ്റ എന്ന് പറയുന്നത് ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ സാധനമാണ്. അതിനകത്ത് ഫുഡ് ഉണ്ട്, ഫ്യൂവൽ ഉണ്ട്. ഈ രണ്ട് സാധനവും ഭയങ്കര വോളറ്റൈലാണ്. ഇപ്പം നമ്മുടെ ഒരു മൺസൂൺ മോശമായാൽ പോലും ഫുഡിൻ്റെ പ്രൈസ് മാറും. ഫ്യൂവല് ഗ്ലോബലി ക്രൂഡ് ഓയിലിൻ്റെ വില മാറിയാൽ തന്നെ ഫ്യൂവലിൻ്റെ വില മാറും. അപ്പോൾ അതുകൊണ്ട് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ കുറച്ചുകൂടെ വോളറ്റൈലാണ്. സംശയം ഉണ്ടോ ചോദിക്കണം കേട്ടോ. ആർക്കെങ്കിലും ഇതറിയത്തില്ല നമ്മുടെ ഡോണ്ട് മൈൻഡ്, അപ്പോൾ തന്നെ ചോദിക്കുക. കോർ ഇൻഫ്ലേഷൻ, ഫുഡും ഫ്യൂവലും അതുപോലെയുള്ള വോളറ്റൈലായിട്ടുള്ള സാധനങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഇപ്പം നമ്മുടെ അപ്പാരൽസ്, അതുപോലെ സർവീസ് കോസ്റ്റ്, എഡ്യൂക്കേഷൻ, സർവീസസ്, ബാക്കി ഹോസ്പിറ്റൽ, ഹെൽത്ത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ, അതാണ് കോർ ഇൻഫ്ലേഷൻ സിഗ്നിഫൈ ചെയ്യുന്നത്. കോർ ഇൻഫ്ലേഷൻ്റെ അവസ്ഥ എന്തായിരിക്കും? കുറവാണെന്ന് ചോദിച്ചാൽ അതിനകത്തൊരു പ്രശ്നമുണ്ട്. കുറയേണ്ടതാണ്, നാച്ചുറലി കുറയേണ്ടതാണ്. അതിനകത്തൊരു പ്രശ്നമുള്ളത് ഗോൾഡിൻ്റെ പ്രൈസാണ്. പ്രഷ്യസ് മെറ്റൽസ്, നമ്മുടെ കോർ ഇൻഫ്ലേഷൻ്റെ ബാസ്ക്കറ്റിലുള്ള പേഴ്സണൽ ബിലോങ്ങിങ്സ് എന്ന് പറയുന്ന ഒരു ഹെഡുണ്ട്. നമുക്കറിയാം ഇൻഫ്ലേഷൻ CPI ഒക്കെ മെഷർ ചെയ്യുമ്പം ഒരു ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് ഇല്ലേ, അതിനകത്ത് പേഴ്സണൽ യൂട്ടിലിറ്റിക്കകത്ത് വരുന്ന ഒരു ഐറ്റമാണ് ഗോൾഡും കാര്യങ്ങളൊക്കെ. അതിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനൊക്കെ താഴ്ന്നു നിൽക്കുമ്പോഴും കോർ ഇൻഫ്ലേഷൻ കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. ഇതൊക്കെ അനോമലീസ് ആണ്, സ്ഥിരമായിട്ട് നമ്മൾ കാണാത്ത അനോമലീസ് ആണ്. അത് നോട്ട് ചെയ്യണം. ഇപ്പം നോട്ട് ചെയ്യണം എന്നല്ല, സർവേയിൽ നോട്ട് ചെയ്യണം. കാരണം ചോദ്യം വരാൻ സാധ്യതയുണ്ട്. കോർ ഇൻഫ്ലേഷൻ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനെക്കാളും മേളിൽ നിൽക്കുന്നതൊക്കെ റെയറാണ്, സംഭവിക്കാറില്ല. നമ്മളതിൻ്റെ ഗ്രാഫൊക്കെ നമുക്ക് കാണാം. സോ അത്ര അനോമലീസ് ഒക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. സോ അതാണ് നമ്മുടെ മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം. മോണിറ്ററി ഈസിങ്, ദ സെൻട്രൽ ബാങ്ക് ഇസ് കട്ടിങ് ഇൻട്രസ്റ്റ് റേറ്റ് അഗ്രസീവ്ലി ആൻഡ് ലൂസൻഡ് ലിക്വിഡിറ്റി കണ്ടീഷൻസ്. വാട്ട് ഡസ് ദാറ്റ് ഇൻഡിക്കേറ്റ്? ഇൻഫ്ലേഷൻ തന്നെയാണ്. ഇൻഫ്ലേഷൻ വളരെ കുറവാണ്. അപ്പം സെൻട്രൽ ബാങ്ക് റിപ്പോ റേറ്റ് കുറച്ചുകൊണ്ടിരിക്കും. ചിലപ്പം പരീക്ഷയ്ക്ക് ചോദ്യം വരാം, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസിൽ വരാം. RBIയുടെ കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ് ഓർ കണ്ടിന്യൂസ്ലി ഡിക്രീസിങ്, ആ വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് അങ്ങനെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് സാധാരണഗതിയിൽ എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കണ്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം RBI ഹാസ് ബീൻ കണ്ടിന്യൂസ്ലി റെഡ്യൂസിങ് ഇറ്റ്സ് ഇൻട്രസ്റ്റ് റേറ്റ്. ഫിസിക്കൽ മെഷേഴ്സ്, സിഗ്നിഫിക്കൻറ്റ് ടാക്സ് ബ്രേക്ക് ഫോർ ഹൗസ് ഹോൾഡ്സ്, അത് കഴിഞ്ഞ ബഡ്ജറ്റിലുണ്ടായിരുന്നതായിരുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ എക്കണോമിയെ സ്റ്റേബിളാക്കി നിർത്താൻ കാര്യം. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞെന്താണ്? ഗ്ലോബൽ ഹെഡ്വിൻസ് ഉണ്ടെങ്കിലും ഇന്ത്യൻ എക്കോണമി സ്റ്റേബിളാണ്. ഇന്ത്യൻ എക്കണോമിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതിൻ്റെ കാരണങ്ങളിലൂടെ ഹൈലൈറ്റ് ചെയ്യുന്നത്, ഒന്ന് ടാക്സ് ബ്രേക്ക് കൊടുത്തിരുന്നു. ഇൻകം ടാക്സ് സ്ലാബുകളിലൊക്കെ ഭയങ്കരമായ മാറ്റം വരുത്തിയിരുന്നു. അതായത് ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷം വരെ 15 lakhs മുകളിൽ ആനുവൽ ഇൻകം ഉണ്ടായിരുന്നവർ 30% സ്ലാബിൽ പെടും.
ഇപ്പം അത് എനിക്കൊന്ന് 24 lakhs ആക്കിയിട്ടുണ്ട്. അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇഫ് ഐ എം റൈറ്റ് 3 lakhs വരെ ആയിരുന്നു ടാക്സ് ഇല്ലാത്ത സ്ലാബ്. ഇപ്പോൾ അത് 4 lakhs ആയി. ഇയർലി 4 lakhs ഇൻകം ഉള്ളവർ വരെ ടാക്സ് അടയ്ക്കേണ്ട, അതിന് മേലോട്ടുള്ളവർ അടച്ചാൽ മതി. അപ്പം നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം എന്താവും? കൂടുമോ കുറയോ? കൂടും. വെരി ഗുഡ്. അപ്പോൾ ഡിസ്പോസിബിൾ ഇൻകം കൂടുമ്പം ആൾക്കാർ അത് സ്പെൻഡ് ചെയ്യും, അത് എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യും, ഒരു എക്കണോമിക് ഗ്രോത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ടാക്സ് ബ്രേക്ക് നമ്മുടെ എക്കണോമിക് സ്റ്റെബിലിറ്റിയെ ബാധിച്ചിട്ടുണ്ട്. ലോജിക്കൽ അല്ലേ? ടാക്സ് ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ വരുമാനം കുറയും, പക്ഷേ എക്കണോമി കൂടുതൽ ഡെവലപ്പ് ആവും. ഫിസിക്കൽ ഡെഫിസിറ്റ് ഇസ് കണ്ടെയ്ൻഡ് അറ്റ് 4.8% ഓഫ് ദ GDP, ബെറ്റർ ദാൻ ബഡ്ജറ്റഡ്. ഈവൻ ദിസ് ഇസ് ഓൾസോ ആൻ അനോമലി. സാധാരണ നമ്മളൊരു എക്സ്പെക്ടേഷൻ പറയും, അതൊന്നും മീറ്റ് ചെയ്യാറില്ല, മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ആ എക്സ്പെക്ടേഷൻ മേളിൽ നമ്മൾ പെർഫോം ചെയ്തു. ഫിസിക്കൽ ഡെഫിസിറ്റിൽ 4.8% ഉള്ളൂ. നമ്മൾ ടാർഗറ്റ് ചെയ്ത് എന്താ? 4.9 ആയിരുന്നു. ദിസ് ഈസ് ഓൾസോ അനോമലി. ഇറ്റ് ക്യാൻ ഹാപ്പൻ. ചിലപ്പോൾ ചോദ്യം വരും, ഫിസിക്കൽ ഡെഫിസിറ്റ് ഇസ് എബവ് ബഡ്ജറ്റഡ് ഓർ ബിലോ ബഡ്ജറ്റഡ്. കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താണെന്ന് അറിയാലോ അല്ലേ? കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസിലേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ 26 എന്ന് പറഞ്ഞാൽ എന്താണ്? 25-26 കഴിഞ്ഞ വർഷം സർവേ പറയുന്നത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ കാര്യങ്ങളാണ്. ഓക്കെ, FY26 ഡെഫിസിറ്റ് ടാർഗറ്റ് ഈസ് സെറ്റ് അറ്റ് 4.4% ടാർഗറ്റിലെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്തിയോ ഇല്ല എന്നുള്ള അടുത്ത സർവേയിൽ നമ്മൾ അറിയുള്ളൂ. സോ ടാർഗറ്റ് ഈസ് 4.4% ഓഫ് ദ GDP. നൗ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് തിങ് ഈസ് വി കെയിം ഡൗൺ ഫ്രം 9.2% ഇൻ ഫിനാൻഷ്യൽ ഇയർ 21. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. 9 അതായത് ഫിസിക്കൽ ഡെഫിസിറ്റ് ഒരു രാജ്യത്തിൻ്റെ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല. നമ്മൾ ലോൺ അടച്ച് തീർക്കുന്ന പോലെ അല്ലത്. ഓക്കെ, ഒരു രാജ്യത്തിൻ്റെ എക്കണോമി എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഓൺ ഗോയിങ്. അതിനകത്ത് പെട്ടെന്ന് മാറ്റങ്ങളൊന്നും വരുത്താൻ സാധിക്കില്ല. ഒന്നെങ്കിൽ റവന്യൂ ഭയങ്കരമായിട്ട് മൊബിലൈസ് ചെയ്യണം, അല്ല എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കുറയ്ക്കണം. നമ്മുടെ എവിടെ എക്സ്പെൻസ് കുറയ്ക്കും? സബ്സിഡി കുറയ്ക്കാൻ പറ്റുമോ? വെൽഫെയർ മെഷേഴ്സ് കുറയ്ക്കാൻ പറ്റുമോ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എവിടെയെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. So they have reduced it from 9.2% of the in financial 21 to 4.8%. 4.4 എത്തിയെന്നുള്ള ഡേറ്റ നമ്മുടെ കയ്യിലില്ല, എത്തുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. നോ അനദർ തിങ്, ഈ ഫിനാൻഷ്യൽ ഇയർ 21 പ്രത്യേകത എന്തായിരുന്നു? പോസ്റ്റ് കോവിഡ് ഇയർ ആണ്. പോസ്റ്റ് കോവിഡ് ഇയേഴ്സിൽ ഗവൺമെൻറ് ഒരുപാട് വെൽഫെയർ മെഷേഴ്സ് കൊണ്ടുവന്നിരുന്നു. ഓക്കെ, മൈഗ്രൻ്റ് ലേബേഴ്സിനാണെങ്കിലും സ്റ്റാർട്ടപ്സിനാണെങ്കിലും ഒരുപാട് ഫുഡ് സബ്സിഡി. എനിക്ക് തോന്നുന്നു ഒരുപാട് 2-3 വർഷം ഫുഡ് ഫ്രീ ആയിട്ട് തന്നെ കൊടുത്തിരുന്നു. റേഷൻ PDF സിസ്റ്റത്തിൽ നമ്മുടെ what do you say for that? What we get, they have increased it tremendously. Later they took it back, but still everything brought our deficit to 9.2%. But we were able to reduce it to 4.8% of the GDP. That's a very, very big transition. Okay. ഫിസിക്കൽ ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു കാര്യമാണ്. നമ്മൾ ബഡ്ജറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതിനകത്ത് വരുന്ന കുറവും കൂടുതലും. ഇത് ഇന്ത്യയുടെ മൊത്തം ഫിസിക്കൽ ഡെഫിസിറ്റ്. ബഡ്ജറ്റായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. 4.9 എത്തിക്കുമെന്നാണ് നമ്മുടെ ഐഡിയ. ദാറ്റ് ഇസ് അവർ പ്ലാനിങ്. അതാണ് 4.9%. 4.4% ഈസ് അവർ ടാർഗറ്റ്. ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 4.4%. ദിസ് വാസ് ബഡ്ജറ്റഡ് ലാസ്റ്റ് ഇയർ. ദിസ് ഈസ് അവർ ലോങ് ടേം ടാർഗറ്റ്. 4.4% എത്തിക്കണം എന്നുള്ളതാണ് ലോങ് ടേം ടാർഗറ്റ്. ദിസ് വാസ് ടാർഗറ്റഡ് അറ്റ് ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 4.8 അച്ചീവ് ചെയ്തു. 4.4 ഈ ഫിനാൻഷ്യൽ ഇയറിൽ, ഈ ഫിനാൻഷ്യൽ ഇയർ തീരുമ്പോൾ നമ്മൾ 4.4 എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് എ ലിമിറ്റ്. മനസ്സിലായോ? സോ അതാണ് നമ്മുടെ മാക്രോ ഇക്കണോമിക് സ്റ്റെബിലിറ്റിയെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. സോ നെക്സ്റ്റ് വൺ ഇസ് ക്രെഡിറ്റ് റേറ്റിംഗ് അപ്ഗ്രേഡ്സ്. ദ സ്റ്റാൻഡേർഡ്സ് ആൻഡ് പുവർ എന്ന് പറഞ്ഞൊരു ഗ്ലോബൽ എക്കണോമിക് റേറ്റിംഗ് ഏജൻസിയാണ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പുവർ. സോ ദേ ഹാവ് അപ്ഗ്രേഡഡ് അവർ റേറ്റിംഗ് ഫ്രം BBB- to BBB. വാട്ട് ഡസ് ദാറ്റ് മീൻ? ഒരു ഇൻ്റർനാഷണൽ റേറ്റിംഗ് ഏജൻസിയുടെ ഇത് റേറ്റിംഗ് ഇന്ത്യക്ക് കൂടുകയാണ്. വാട്ട് ഡസ് ദാറ്റ് മീൻ? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് അവർ എക്കണോമി ഈസ് മോർ സ്റ്റേബിൾ ദാൻ എക്സ്പെക്റ്റഡ്. ഇനി ആരാ ഇത് നോക്കുന്നത്? ഇന്ത്യ BBB- BBB-. ഹൂ ഇസ് ദി സ്റ്റേക്ക് ഹോൾഡർ ഇൻ ദാറ്റ്?
എന്താ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എന്താ ലെൻഡിങ് ഈസിയാന്നല്ല, അതായത് ഇന്ത്യയുടെ മാക്രോ ഇക്കണോമിക് സ്റ്റെബിലിറ്റി, അതായത് ഇപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് കൺട്രീസ് എടുക്കുക, സ്വിറ്റ്സർലൻഡ് എടുക്കുക, നോർവേ, സ്വീഡൻ, USA, ഈ കൺട്രീസിനൊക്കെ ഒരു പ്രത്യേകത, അവരുടെ ഫിസിക്കൽ സിറ്റുവേഷൻ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്, അവർ ഭയങ്കര സ്ട്രോങ് ആണ്, അവരുടെ കറൻസി ഭയങ്കര സ്ട്രോങ് ആണ്, സ്റ്റേബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നു, രണ്ട് രാജ്യങ്ങൾ, സേ ഫോർ എക്സാമ്പിൾ ഇന്തോനേഷ്യ, ഇന്ത്യ പോലെ തന്നെ വികസിക്കുന്ന ഒരു രാജ്യം, ഇന്ത്യ നമ്മൾ എക്സാമ്പിൾ എടുക്കുന്നത്, ഇന്തോനേഷ്യ എടുക്കുക, സ്വിറ്റ്സർലൻഡ് എടുക്കുക. നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, യു ആർ ആൻ ഇൻവെസ്റ്റർ, വിച്ച് കൺട്രി വിൽ യു പ്രിഫർ ടു ഇൻവെസ്റ്റ്? സ്വിറ്റ്സർലൻഡ്. വൈ? ബിക്കോസ് ദെയർ റേറ്റിംഗ് ഈസ് വെരി ഹൈ. സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ എന്നൊക്കെ പറയുന്നത് AAA റേറ്റഡ് കൺട്രീസാണ്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലായി അവരുടെ എക്കണോമി കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മുടെ ഫണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ റിസ്ക് കുറവാണ്. ദാറ്റ് ഈസ് ദ കീ തിങ്. റിസ്ക് ഇസ് വെരി ലോ ഇഫ് യു ഇൻവെസ്റ്റ് ഇൻ സ്വിറ്റ്സർലൻഡ്. ഈവൻ ഇഫ് യു ഇൻവെസ്റ്റ് ഇൻ ഇന്തോനേഷ്യ ഓൾസോ റിസ്ക് ഇസ് ദെയർ, but then the country is growing. They also have a rating of BBB. Indonesia and India also have a rating of BBB. But അതിനകത്തൊരു വിഷയമുണ്ട്, അത് നമ്മൾ അടുത്ത സെക്ഷനിൽ നമ്മൾ കവർ ചെയ്യാം. ഓക്കെ, സോ ഇന്ത്യക്ക് BBB മൈനസിൽ നിന്ന് BBBയിലേക്കായി. അപ്പോൾ അതിൻ്റെ അർത്ഥം മോർ ഇൻവെസ്റ്റേഴ്സ് വിൽ കം. ഓക്കെ, ഇൻവെസ്റ്റേഴ്സ് ആർ ലുക്കിംഗ് അറ്റ് ദിസ് റേറ്റിംഗ്. They look at this rating. Okay, they see that India has improved in their rating. That means they have a very credible data in front of them, so that they can invest confidently. Foreign portfolio investment, foreign direct investment, ഇതെല്ലാം ഇന്ത്യയിലേക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് എത്തും എന്നാണ് ഈ റേറ്റിംഗ് കാണിക്കുന്നത്. ഓക്കെ, FDI FPI ഡിഫറൻസ് എന്താ? FDI ലോങ് ടേം ആണ്, FPI നമ്മുടെ മാർക്കറ്റിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. വിച്ച് ഇസ് മോർ വോളട്ടൈൽ? FDI FPI ഇസ് മോർ വോളട്ടൈൽ. വൈ? ചെറിയൊരു ഷോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും ക്യാപിറ്റൽ വലിച്ചുകൊണ്ട് പോകും. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഇസ് മോർ വോളട്ടൈൽ. പിന്നെ നമ്മുടെ എക്കണോമി കണ്ടൊരു പ്രശ്നമാണ് ട്രേഡ് ഷോക്ക്. US has imposed a reciprocal tariff of 25% and additional tariff of 25%. അപ്പോൾ ടോട്ടൽ 50% താരിഫ് അവർ നമുക്ക് കൊണ്ടുവന്നു. ബട്ട് ഈയിടെ അത് റിസോൾവ് ചെയ്തു എന്ന് തോന്നുന്നു അല്ലേ? റീസെൻ്റ്ലി ദേ ഹാവ് റീച്ച്ഡ് ആൻ അഗ്രിമെൻറ്റ് 18%. യാ, സോ US താരിഫ്സ് ഇന്ത്യയെ ഒരു ഭയങ്കര ദോഷകരമായിട്ട് ബാധിച്ചു. ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? ഇന്ത്യ എങ്ങനെ, എന്താണ്? Why US reduced tariffs on India? പിന്നെ ഇല്ല, അവർ 50% താരിഫ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അത് നമ്മുടെ എക്സ്പോർട്ടേഴ്സിന് ഡയറക്റ്റായിട്ട് ബാധിച്ചു. അപ്പോൾ അത് നമ്മുടെ US ആണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ എക്സ്പോർട്ട് മാർക്കറ്റ്. US, സിംഗപ്പൂർ, UAE ഒക്കെയാണ് നമ്മുടെ വലിയ വലിയ എക്സ്പോർട്ട് മാർക്കറ്റ്സ്. അതിനകത്ത് ഏറ്റവും വലുതാണ് USA. അപ്പോൾ USA 50% താരിഫ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോർട്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റ് US എത്തുമ്പോൾ അതിൻ്റെ വില ഇരട്ടിയായിട്ട് കൂടുക. അപ്പം US ഡൊമസ്റ്റിക് മാർക്കറ്റ് അത് പ്രിഫർ ചെയ്യത്തില്ല. അപ്പോൾ USൻ്റെ ഇമ്പോർട്ടേഴ്സ് നോക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ട, റേറ്റ് കൂടുതലാണ്, അവർ വേറെ രാജ്യങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് അത് ഭയങ്കര പ്രശ്നമായി. മാത്രമല്ല അതിനകത്ത് വേറൊരു ഇഷ്യൂ, US പറഞ്ഞിരിക്കുന്ന ഒരു ഡിമാൻഡ് അത് കുറയ്ക്കണമെങ്കിൽ നമ്മൾ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് കുറയ്ക്കണം എന്നാണ് അല്ലേ? Now, why are we importing Russian crude oil? നമുക്കറിയാം Russia is financing Ukraine war. So why are we reluctant to take that step? Cheaper oil, yeah. Russia is already in European sanctions, so they cannot sell oil to Europe. So Russia wants to sell it at the lower price. Nobody is there to buy your product. You will sell it at lower price to whoever is there. So അങ്ങനെ റഷ്യ ഇന്ത്യക്ക് വിറ്റുകൊണ്ടിരുന്നു. അപ്പം ഇന്ത്യക്ക് ചീപ്പായിട്ട് ഓയിൽ കിട്ടും. ദാറ്റ് ഡയറക്റ്റ്ലി അഫക്റ്റ് അസ്. ഇപ്പം ഞാൻ ഇന്ന് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഞാൻ അടിക്കുന്ന പെട്രോളിൻ്റെ കാശ് കുറച്ച് കൊടുത്താൽ മതി. ഇഫ് സപ്പോസ് ഇന്ത്യ ഈസ് നോട്ട് ബൈയിങ് ഫ്രം റഷ്യ, ഇന്ത്യ കനോട്ട് ബൈ ഫ്രം ഇറാൻ ഓൾസോ. ഇറാൻ ഈസ് ഓൾസോ അണ്ടർ സാങ്ഷൻസ്. സോ വി ഹാവ് ടു ഡൈവേഴ്സിഫൈ അവർ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ബാസ്ക്കറ്റ്. അതും സർവേയിൽ പറഞ്ഞിട്ടുണ്ട്. അതും ചോദ്യമായിട്ട് വരാം. അൺകൺവെൻഷൻ രാജ്യങ്ങൾ, നമ്മൾ കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളൊക്കെയാണ് ഇപ്പം ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ തരുന്നത്. എക്സാമ്പിൾ ഈജിപ്റ്റ് ഒരു ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണെന്ന് എനിക്ക് തോന്നുന്നു അധികം പേർക്ക് അറിയാവുന്നത്. ഇന്ത്യ ഈസ് ഇമ്പോർട്ടിങ് ഫ്രം ഈജിപ്റ്റ്. വിൽ സീ ദാറ്റ് ഓൾസോ. സോ ആ കോസ്റ്റ് നമുക്ക് കൂടും.
ചിലപ്പോൾ നാളെ ഇനിയിപ്പം നമ്മുടെ ഇപ്പോൾ ഇൻഫ്ലേഷനൊക്കെ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞിരിക്കാനുള്ളൊരു കാരണം ക്രൂഡ് ഓയിലിൻ്റെ വില തന്നെയാണ്. വി ആർ ഗെറ്റിംഗ് ഇറ്റ് ചീപ്പർ. സോ ടുമോറോ ദാറ്റ് മേ നോട്ട് ബി ദ കേസ്. മാത്രമല്ല ഫോർ US എക്കോണമി ഓൾസോ ഇറ്റ്സ് ബാഡ്. അവർക്ക് ചുമ്മാ താരിഫാ 50% കൂട്ടിന്ന് അവർക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഇപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നൊരു സാധനം മേടിക്കുക, നാളെ തൊട്ട് ഞാൻ നിങ്ങളെ ഞാൻ സാങ്ഷൻ ചെയ്തു, അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് എനിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ ദ എക്കോണമി. അപ്പോൾ അവിടെ ഡൊമസ്റ്റിക് ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കൂടിപ്പോകും. US ഇപ്പം അത് കൂടിയിട്ടില്ല. അതും എക്കണോമി സർവേ പറയുന്നുണ്ട്. ഓക്കെ, എക്കണോമിക് സർവേ പറയുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഗ്ലോബലി ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്ര ഒരു പ്രശ്നം ഇതുവരെ മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. ബിക്കോസ് ടിപ്പിക്കലി ഇങ്ങനെ ഇഷ്യൂ വരുന്നു, ഗോൾഡിൻ്റെ പ്രൈസ് കൂടുന്നു, ബോണ്ട് ഈൽഡുകൾ ഭയങ്കരമായിട്ട് കൂടുന്നു. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നൊക്കെ നോക്കുമ്പോൾ ഗ്ലോബൽ എക്കോണമി തകർപ്പിടമാകേണ്ട ഒരു ടൈം കഴിഞ്ഞു. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്. സർവേ പറയുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലാഗിങ്. വി ക്യാൻ എക്സ്പെക്ട് ഇറ്റ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. ബിക്കോസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ US ഇൻഫ്ലേഷൻ, US ഇത്രയും താരിഫ്സ് കൊണ്ടുവരുമ്പം ഡൊമസ്റ്റിക് മാർക്കറ്റിലെ പ്രൈസ് കൂടും. ശരിയല്ലേ? ഞാൻ 100 രൂപയ്ക്ക് ഇമ്പോർട്ട് ചെയ്തിരുന്ന സാധനം പെട്ടെന്ന് 150 രൂപയായാൽ അത് ഇൻഫ്ലേഷൻ കൂടി എന്നാണ് കാണിക്കുന്നത്. അപ്പം ഇവർ പറയുന്നത് US കൺസ്യൂമേഴ്സ് എന്ത് ചെയ്തു? ദേ ഫോർസോ ഇറ്റ്. സോ ദേ ഫ്രണ്ട് ലോഡഡ് ദി തിങ്സ്. ഫ്രണ്ട് ലോഡ് ചെയ്യുന്ന പറഞ്ഞാൽ നേരത്തെ മേടിച്ച് വെച്ചു. എനിക്കറിയാം ഒരു സാധനത്തിൻ്റെ വില കൂടാൻ പോകാമെന്ന്. അപ്പോൾ ഞാൻ നേരത്തെ മേടിച്ച് സെറ്റാക്കി വെച്ചു എല്ലാം. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇൻഫ്ലേഷൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇല്ല. So the survey is expecting the economy to overturn any point of time. So the risk is there. പിന്നെ എക്കണോമി പറഞ്ഞ മറ്റൊരു റിസ്ക് എന്ന് പറയുന്നത് ഗ്ലോബൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയാണ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ഗ്ലോബലി ഇൻവെസ്റ്റ്മെൻറ്റുകൾ കുറയുകയാണ് എല്ലാ രാജ്യങ്ങളിലും. അതിൻ്റെ പ്രധാനമായൊരു പ്രശ്നം ഇവർ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ടെക്നോളജികളിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നു. അതൊരു ബബിളാണെന്നാണ് പല എക്കണോമിസ്റ്റുകളും പറയുന്നത്. വി ഡോണ്ട് നോ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ വിത്ത് ഇറ്റ്. കാരണം ഇപ്പം ലാർജ് ലാംഗ്വേജ് മോഡൽസ് ലൈക്ക് ChatGPT, Gemini, ഇതിനകത്തേക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഭയങ്കരമായിട്ട് കൂടുന്നു. അപ്പോൾ ഇതിൻ്റെ എനർജി റിക്വയർമെൻറ്റ്സ് ഭയങ്കര കൂടുതലാണ്. ഡേറ്റാ സെൻറ്റേഴ്സ് ഭയങ്കര കൂടുതലായിട്ട് വേണം. അപ്പോൾ ബില്യൺസ് ഓഫ് ഡോളേഴ്സാണ് ഈ AI ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബില്യൺസ് ഓഫ് ഡോളേഴ്സ്. അതിനെ ലിവറേജ് എഫക്റ്റ് എന്ന് പറയും. ഓക്കെ, ലിവറേജ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ലിവറേജ് നമ്മുടെ തോർക്ക് സാധനമില്ലേ, നമ്മളിപ്പം ഒരു അടപ്പ് തുറക്കാൻ നമ്മൾ സ്പൂൺ വെച്ച് ഇങ്ങനെ തുറക്കില്ല, ദാറ്റ് ഇസ് നോട്ട് ലിവറേജ്. നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ മതി, ഇവിടെ വലിയ ഫോഴ്സായിട്ട് എത്തും, അടപ്പ് തുറക്കും. ഫിസിക്സ് ആണ്. എക്കണോമിക്സിലും അത് തന്നെ ലിവറേജ് എഫക്റ്റ് ഉണ്ട്. കാരണം ചെറിയൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് വലുതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ AI ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദി ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ദാറ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട് വിൽ ബി മച്ച് ബിഗർ. ആ ലിവറേജ് കൺസെപ്റ്റ് മനസ്സിലായ നമ്മുടെ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിലൊക്കെ ആ പ്രശ്നമുണ്ട്. ഡിഫറെൻറ്റ് തിങ്. സോ സെയിം തിങ് വിൽ ഹാപ്പൻ ടു ലോസസ് ഓൾസോ. സപ്പോസ് ഇഫ് ദി AI bubble breaks, if it does not perform as we think it will, the investors will lose money. And globally a lot of money has been invested in AI system. In the ongoing situation, അതായത് ഓൾറെഡി ഗ്ലോബൽ എക്കോണമി പ്രശ്നത്തിലാണ്, അതിൻ്റെ കൂടെയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സും കൂടെ എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, AI കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഓൾറെഡി മുഴുവൻ തകർന്ന പ്രശ്നത്തിലിരിക്കുകയാണ്. അതിനകത്ത് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂടുതൽ പോകുന്നത് AI എന്ന് പറയുന്ന വലിയൊരു ബബിളിലോട്ടാണ്. അതും കൂടെ പൊട്ടിക്കഴിഞ്ഞാൽ എവറിത്തിങ് വിൽ ഒന്ന് ചിങ്ങി വരും. ലൈക്ക് ആൻ അവലാഞ്ച്, എവറിത്തിങ് വിൽ കം ടുഗദർ. സോ ദാറ്റ് ഈസ് ഓൾസോ എ വെരി ബിഗ് റിസ്ക് that our economic survey is mentioning. പിന്നെ the economic survey mentions about several structural reforms. ഇതിനകത്തെ എല്ലാ റീഫോമും ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യങ്ങൾ വരും. ഓക്കെ, ഒരു ചോദ്യമെങ്കിലും പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീഫോം വാസ് ദി ഓവർഹോൾ ഓഫ് GST. വാട്ട് ഹാപ്പൻ ടു GST? എന്താണ് GST ഓവർഹോൾ? പത്രം വായിച്ചില്ലേ? സ്ലാബ്സ് കുറച്ചു. സ്ലാബ് കുറച്ചു, ഒരു സ്ലാബ് ആഡ് ചെയ്യുകയും ചെയ്തു. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഇത് നിങ്ങൾ പഠിക്കണം, ന്യൂസ് പേപ്പറിലൊക്കെ ഇത് വായിക്കണം. വലിയ വാർത്തയായിരുന്നു. ഹിന്ദുവിലൊക്കെ 2 ദിവസം ഫ്രണ്ട് പേജിൽ തന്നെ ഇതുണ്ടായിരുന്നു. സിഗ്നിഫിക്കൻ്റ് ഓവർഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നേരത്തെ എത്രയായിരുന്നു GST സ്ലാബ്സ്? 5%, 12%, 18%, 28%. അങ്ങനത്തെ 4 സ്ലാബായിരുന്നു നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത്. ഇപ്പം അത് കുറച്ചിട്ട് എത്രയായി? 5% ആൻഡ് 12%. അത് രണ്ടും ഉള്ളൂ. അത് വലിയൊരു മാറ്റമാണ്. കാരണം GST 2017 വന്നേ പിന്നെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? മലയാളം മനസ്സിലാത്ത ആരുമില്ലല്ലോ അല്ലേ? ഓക്കെ. മാത്രമല്ല വി ബോട്ട് ഇൻ എ ന്യൂ സ്ലാബ്, 40% സ്ലാബ് കൊണ്ടുവന്നു. 5% സ്ലാബിനെ നമ്മൾ മെറിറ്റ് സ്ലാബ് എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താ? ഇറ്റ് ഇൻവോൾവ്സ് അവർ ഡേ ടു ഡേ കോമൺ മാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ 5% സ്ലാബിലാണ് ഉള്ളത്. അനദർ 40% ഡീമെറിറ്റ് സ്ലാബ് കൊണ്ടുവന്നിട്ടുണ്ട്. 40% ഡീമെറിറ്റ് സ്ലാബ്. വാട്ട് ഈസ് ദാറ്റ്? സിൻ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടുബാക്കോ, ആൽക്കഹോൾ, ഹാംഫുൾ ഗുഡ്സ് ആണ്. പിന്നെ ലക്ഷറി ഗുഡ്സ്, അതുപോലെയുള്ള കുറേ സാധനങ്ങൾ നമ്മൾ 40% സ്ലാബിൽ പെടുത്തി. അപ്പോൾ ഈ GSTയിൽ വന്ന മാറ്റം നമ്മുടെ എക്കണോമിയെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് കാരണമാക്കി. ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാം, ഹൗ മെനി ഓഫ് ദി എബവ് റീസൺസ് ഹാവ് കോസ്റ്റ് സസ്റ്റൈനബിൾ അല്ലെങ്കിൽ സ്റ്റെബിലൈസ്ഡ് ഇന്ത്യൻ എക്കോണമി എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അതിനകത്ത് കാരണമായിരിക്കാം ഒന്നാമത്തെ ഓവർഹോൾ ഓഫ് GST. സെക്കൻഡ് വൺ ഈസ്, മനസ്സിലായോ GST ഓവർഹോൾ എന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാൻ ഇപ്പോൾ സാധിക്കില്ല, അത് നിങ്ങൾ നോക്കണം. പ്രധാനമായിട്ടും GST ഓവർഹോൾ നടന്നിട്ടുണ്ട്, സ്ലാബുകളിൽ ഇത്രയും മാറ്റമുണ്ട്, അത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ. ന്യൂക്ലിയർ പവർ ഓപ്പൺ ടു ദ പ്രൈവറ്റ് സെക്ടർ, അനദർ മേജർ ലാൻഡ്മാർക്ക്. ആ ബില്ലെന്താ? ന്യൂക്ലിയർ സെക്ടർ നമ്മൾ നേരത്തെ ഈ സ്ട്രാറ്റജിക് ഡിസിൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയത്തില്ലേ, ഗവൺമെന്റ് സെല്ലിങ് ഇറ്റ്സ് ഓൺ കമ്പനീസ്. അപ്പോൾ അതിനകത്ത് ഇമ്മ്യൂണായിട്ട് നിന്നിരുന്ന ചില ഇൻഡസ്ട്രീസ് ആയിരുന്നു ന്യൂക്ലിയർ ഇൻഡസ്ട്രി. സ്പേസ് ഇൻഡസ്ട്രിയൊക്കെ ഓൾറെഡി പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകുന്നു. ഈവൻ ഡിഫൻസ് പ്രൊഡക്ഷനും പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകുന്നു. ന്യൂക്ലിയർ എനർജി വാസ് സ്റ്റാൻഡിങ് ലൈക്ക് ദാറ്റ്. നമ്മുടെ മിഥുനത്തിൽ അങ്ങനെ നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽപ്പാ. ന്യൂക്ലിയർ എനർജിക്ക് ഒരു മാറ്റവും ഇല്ല. പക്ഷേ പെട്ടെന്ന് ഗവൺമെൻറ് എന്ത് ചെയ്തു? അതിനകത്തേക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ തുടങ്ങി. ദാറ്റ് ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ്. ആ ബില്ലിൻ്റെ പേരെന്താ? ഈ വിഷയം നിങ്ങൾ വിട്ടുപോകരുത്, നിങ്ങൾ പത്രം വായിക്കണം. ദിസ് ഈസ് എ വെരി ലാൻഡ്മാർക്ക് വാട്ട് യു സേ പോളിസി ചേഞ്ച്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ന്യൂക്ലിയർ എനർജി. ശാന്തി ബിൽ എന്നാണ് ആ ബില്ലിൻ്റെ പേര്. ആ ബില്ലിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ. ശാന്തി ബില്ലിനകത്ത് നമ്മൾ നേരത്തെ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു പ്രശ്നമൊക്കെ പരിഹരിക്കുന്നുണ്ട്. അതായത് ന്യൂക്ലിയർ ലയബിലിറ്റി, അതായത് ഇൻ കേസ് ഓഫ് എ ന്യൂക്ലിയർ ഇൻസിഡൻറ്റ് ഹൂ ഈസ് ലയബിൾ എന്നുള്ള ഒരു ചോദ്യവും ആ ലയബിലിറ്റിയുടെ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ക്ലോസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളൊന്നും ഇന്ത്യയിൽ നമ്മുടെ ന്യൂക്ലിയർ പവർ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാത്ത ഇതുകൊണ്ടാണ്, ഈ റെഗുലേറ്ററി പ്രശ്നങ്ങൾ കൊണ്ടാണ്. പിന്നെ ഇൻ്റർനാഷണൽ സാങ്ഷൻസ് ഉണ്ട്, ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ബട്ട് മോർ ദാൻ ദാറ്റ് അവർ റെഗുലേറ്ററി തിങ്സ് ആർ ഇറ്റ്സ് ഓൺ ഇഷ്യൂസ്. അപ്പോൾ അവർ അതിനകത്തും മാറ്റം വരുത്തി. നേരത്തെ ഉണ്ടായിരുന്നത് ഒരു ന്യൂക്ലിയർ ഇൻസിഡൻറ്റ് ഉണ്ടായാൽ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മുടെ പ്ലാന്റ് സ്ഥാപിച്ച വ്യക്തികൾ, ഫോറിൻ കമ്പനീസ് ആയിരിക്കും. ദേ വിൽ ഹാവ് ടു ബിയർ. അതിൻ്റെ എത്ര ലിമിറ്റ് ഉണ്ടെങ്കിലും നമുക്കറിയാം, ഒരു ന്യൂക്ലിയർ ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് ഇറ്റ് വിൽ വെരി ബിഗ്. വി നോ ചെർണോബിൾ ഡിസാസ്റ്റർ ഒക്കെ നമുക്കറിയാം. സോ വി ഡോണ്ട് സേ ദാറ്റ് ഇറ്റ് വിൽ ഹാപ്പൻ, ബട്ട് സപ്പോസ് ഇറ്റ് ഹാപ്പൻസ്, every liability will go to the guy who established it. സോ അതൊക്കെ കട്ട് ചെയ്ത് ഒരു സീലിംഗ് വെച്ചു, 3000 crore എന്ന് പറയുന്നൊരു സീലിംഗ് വെച്ചു. അത്രയും വരെയാണ് ഇവർ കോമ്പൻസേഷൻ കൊടുക്കാൻ ലയബിൾ ആയിട്ടുള്ളത്. സോ പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ ഇൻ ന്യൂക്ലിയർ ഇൻഡസ്ട്രി വെരി ഇമ്പോർട്ടൻറ്റ്. ശാന്തി ബിൽ, ആ ബില്ല് എടുക്കണം, ആ ബില്ലിൻ്റെ പ്രൊവിഷൻസ് മസ്റ്റായിട്ട് പഠിക്കണം. 99% ചോദ്യം വരും. ഓക്കെ. പിന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയൊരു റീഫോമാണ് FDI ഇൻ ഇൻഷുറൻസ് സെക്ടർ. 100% FDI ഇൻ ഇൻഷുറൻസ് സെക്ടർ. നേരത്തെ എത്രയായിരുന്നു? I think it was up to 74%. Now they have increased it to 100%.
ഈ ഈ നമ്മുടെ ന്യൂക്ലിയർ പവറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, നേരത്തെ നമുക്ക് നോ ഇറ്റ്സ് ഓക്കെ യു ക്യാൻ റീഡ് ദ ബിൽ. പിന്നെ വന്നിരിക്കുന്ന FDA 100% ആണ് ഗിവൺ ദാറ്റ് ദേ ഹാവ് ടു കീപ് ദ പ്രീമിയം കളക്റ്റഡ് ഇൻ ഇന്ത്യ ഇറ്റ് സെൽഫ്. പുറത്തേക്ക് കൊണ്ടുവരുത്. ഫോറിൻ കമ്പനീസ് ഇന്ത്യയിലേക്ക് വരുന്നു. ഇപ്പം US വലിയ വലിയ ഇൻഷുറൻസ് കമ്പനികളുണ്ട്, അവർ ഇന്ത്യയിലേക്ക് വരുന്നു. അത് കുറച്ച് നാൾ മുമ്പ് നമ്മുടെ കേരളത്തിൽ ഇതിനെപ്പറ്റി ഒരു ഇഷ്യൂ ഫ്ലാഗ് ചെയ്തിരുന്നു. അതായത് ഇപ്പം ഫോറിൻ കമ്പനി ഇപ്പോൾ US വി നോ ദാറ്റ് ഇൻഷുറൻസ് കോസ്റ്റ് ഇസ് വെരി ഹൈ. നമ്മുടെ ഫ്രണ്ട്സൊക്കെ US പോകുമ്പോൾ അവർ പറയും ഇൻഷുറൻസ് ഇല്ലാണ്ട് അവിടെ പറ്റില്ല, ബിക്കോസ് ദർ ഹെൽത്ത് കെയർ കോസ്റ്റ് ഇസ് വെരി ഹൈ. ദർ ഹെൽത്ത് കെയർ കോസ്റ്റ് ഇസ് വെരി ഹൈ ബിക്കോസ് ഓഫ് ദിസ് ഇൻഷുറൻസ്. ഇപ്പം നമുക്കറിയാം, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി ആദ്യം ചോദിക്കുന്നത് എന്താ, ഇൻഷുറൻസ് ഉണ്ടോ ഇല്ലയോ. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ബില്ല് കൂടും, ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ബില്ല് കുറയും. So once these companies come, the healthcare segment may witness a increase in cost because foreign companies will be coming. Their way of marketing and their way of business will be different. So as of now, our only advantage is that healthcare is affordable in India, in Kerala and all, compared to foreign countries. So once this is an issue flagged in Kerala, okay. I mean, you may use it for your mains and all. It can happen. Healthcare cost may go high. പിന്നെ 4 ലേബർ കോഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. കോഡ് ഓൺ വേജസ്, കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി, അതൊക്കെ വരുന്നേ ഉള്ളൂ. അതിൻ്റെയൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വരുന്നേ ഉള്ളൂ. സോ ലേബർ കോഡ്സ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയൊക്കെ ശക്തിപ്പെടുത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കോഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക, അതിൻ്റെ പ്രൊവിഷൻസ് ഒക്കെ ഒന്ന് വായിക്കുക. ഓക്കെ, നമുക്ക് ഓരോന്നും എടുത്ത് ഡിസ്കസ് ചെയ്യാൻ ടൈമില്ല, അതുകൊണ്ടാണ്. കോഡ് ഓൺ ഓക്യുപ്പേഷണൽ സേഫ്റ്റി എന്തോ ദേ ഓവർഹോൾ ഇറ്റ്, ദേ എലോബറേറ്റഡ് ഇറ്റ്. അതിൻ്റെ അകത്തെ പ്രൊവിഷൻസ് ഒക്കെ മാറ്റി പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ആ 4 കോഡ്സ്? കോഡ് ഓൺ വേജസ്, കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി, ഒക്യുപ്പേഷണൽ സേഫ്റ്റി, പിന്നെ ഒന്നുകൂടെ ഉണ്ടല്ലോ, ഏതാ, ഇൻഡസ്ട്രിയൽ റിലേഷൻസോ, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, yeah, that's right. The next one is green cover norms relaxed for industries, industrial estates based on pollution intensity instead of a uniform 33%. അതായത് നേരത്തെ നമുക്ക് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. വലിയ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, വലിയ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്, ഇതൊക്കെ വരുമ്പം മിനിമം അതിൻ്റെ ടോട്ടൽ ഏരിയയുടെ 33% ഗ്രീൻ ബെൽറ്റ് ആയിരിക്കണം, മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച ഒരു ഗ്രീൻ ബെൽറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ദേ സോ ദാറ്റ് ഇറ്റ് ഈസ് കോസിങ് ഡിഫിക്കൽട്ടി ഇൻ എസ്റ്റാബ്ലിഷിംഗ് ന്യൂ ഇൻഡസ്ട്രിയൽ പാർക്ക്. കാരണം എല്ലാവർക്കും ഇത് ഫീസിബിൾ ആണെന്നില്ല. ഇപ്പോൾ കേരളം പോലത്തെ ഒരു സംസ്ഥാനം, വി നോ ദാറ്റ് ഓൾറെഡി വി ആർ പാക്ഡ്. നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. ആപ്പാടെ ഉള്ളതിൽ ഒരു നല്ലൊരു ശതമാനം മലമ്പ്രദേശമാണ്, കുറച്ച് ഭാഗം കോസ്റ്റ് ഏരിയാസ് ആണ്. ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഏരിയയേ ഉള്ളൂ. നമ്മുടെ കൊല്ലം കൊച്ചി ബെൽറ്റ്, കൊല്ലം ട്രിവാൻഡ്രം ബെൽറ്റ്, അങ്ങനത്തെ കുറച്ച് ബെൽറ്റുകളുള്ളൂ. അവിടെ ഉള്ളതിൽ 33% വീണ്ടും ഗ്രീൻ കവർ ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സോ ദേ ഹാവ് റെഡ്യൂസ്ഡ് ഇറ്റ്. ഐ തിങ്ക് ദേ ഹാവ് റെഡ്യൂസ്ഡ് ഇറ്റ് ടു 10% ടു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്. സോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾക്ക് അത് 10% ആയിട്ട് കുറച്ചു. ഇൻഡിവിജ്വൽ ഇൻഡസ്ട്രീസിന് അത് 15% ആയിട്ടും കുറച്ചിട്ടുണ്ട്. സോ ഇതാണ് മേജർ സ്ട്രക്ചറൽ റീഫോംസ്. നമ്മുടെ എക്കണോമിക് സർവേയിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാന സ്ട്രക്ചറൽ റീഫോംസ് ഇത്രയാണ്. ഇത്രയും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? ഈ നമ്മുടെ ഈ ന്യൂക്ലിയർ പവർ ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞില്ല, അതിനകത്ത് നേരത്തെ ഒരു 49% FDI ക്യാപ്പ് കാണുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ് മേ ബി ഫോർ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഫോറിൻ കമ്പനീസ് ആണ്. സോ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇന്ത്യ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്ത് റിസർച്ച് നടക്കുന്നേ ഉള്ളൂ. ഇന്ത്യ റിസർച്ച് ചെയ്യുന്ന റിയാക്ടറിൻ്റെ പേരെന്താ? ഐ മീൻ അതിൻ്റെ ടെക്നിക്കൽ പേരെന്താ? ഈയിടെ പ്രൈം മിനിസ്റ്റർ ചെന്നൈയിൽ പോയി അതിൻ്റെ ഫ്യൂവൽ ലോഡിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ്. ദാറ്റ് ഇസ് എ സയൻസ് ആൻഡ് ടെക്നിക്. നിങ്ങൾ അത് പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യണേ. വാട്ട് ഈസ് എ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ? അത് ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി എങ്ങനെ ബാധിക്കും?
കാരണം ഫാസ്റ്റ് ബ്രീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അത് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ വിൽ ഗിവ് അസ് മോർ ഫ്യൂവൽ ദാറ്റ് ബി ഗിവൻ എന്നൊക്കെയാണ് പറയുന്നത്. സോ അതിനകത്തൊരു 49% FDA ക്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ട്, FDA ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്, തെറ്റാണ്. 49% വരെ FDA ക്യാപ്പ് ഉണ്ടായിരുന്നു ന്യൂക്ലിയർ ഇൻഡസ്ട്രിയിൽ, ഈ റിയാക്ടേഴ്സ് പോലെയുള്ള ന്യൂക്ലിയർ എക്യുപ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യാനില്ല. പുതിയ ലോ അനുസരിച്ച് ശാന്തി ബില്ലിൽ പ്ലാന്റും ഓപ്പറേറ്റ് ചെയ്യാം പ്രൈവറ്റ് കമ്പനികൾക്ക്. ഓക്കെ, സോ ഈ റിഫോംസ് എല്ലാം ക്ലിയർ അല്ലേ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? യാ, GST റിഫോംസ് വരുമ്പോൾ ആൾക്കാർ കൂടുതൽ കൺസ്യൂം ചെയ്യും. പക്ഷേ നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് കുറയാനുള്ള കാരണങ്ങൾ നമ്മൾ നോക്കണം. ഓക്കെ, ഒന്നാമത്തെ കാര്യം ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വളരെ കുറവാണ്. രണ്ടാമത്തെ കാര്യം നമ്മുടെ മൺസൂൺസ് ഒക്കെ പ്രോപ്പറായിരുന്നു. അങ്ങനെ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം കുറഞ്ഞു വന്നു. ഡിമാൻഡ് ഇൻഫ്ലേഷൻ 2 ടൈപ്പാണല്ലോ, ഡിമാൻഡ് പുള്ളും കോസ്റ്റ് പുഷും. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന എപ്പോഴാണ്? വെൻ ഡിമാൻഡ് ഔട്ട് പേസസ് സപ്ലൈ. നമുക്ക് കറക്റ്റായിട്ട് സപ്ലൈ ഉണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവില്ല. എത്ര ഡിമാൻഡ് ഉണ്ടെങ്കിലും അതനുസരിച്ച് സപ്ലൈ ഉണ്ടെങ്കിൽ ഡിമാൻഡ് ഇൻഫ്ലേഷൻ ഉണ്ടാവില്ല. സോ അവർ ഫണ്ടമെന്റൽസ് വേർ റൈറ്റ്. അഗ്രികൾച്ചറൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, കൃഷിനാശമൊന്നും ഉണ്ടായിട്ടില്ല. ക്രൂഡ് ഓയിലാണ് വൺ ഓഫ് ദ മോസ്റ്റ് തിങ്, സിഗ്നിഫിക്കൻറ്റ് തിങ്. ക്രൂഡ് ഓയിലിൻ്റെ വില കൂടി കഴിഞ്ഞാൽ ട്രക്കുകളുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടും, വെയർ ഹൗസിംഗ് കോസ്റ്റുകൾ കൂടും. അപ്പോൾ അങ്ങനെ കോസ്റ്റ് പുഷ് എഫക്ട്സ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഡിമാൻഡ് കൂടിയാലും ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുന്നത്. നമ്മൾ കാണും ഇൻഫ്ലേഷൻ തന്നെ ചാപ്റ്റർ ഉണ്ട്, അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ കാണും. നൗ ഇന്ത്യ എക്സ്പെക്ട്സ് ഓവർ 7% റിയൽ ഗ്രോത്ത്. എന്താണ് റിയൽ ഗ്രോത്ത്? അത് ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാണ്. പലയിടത്തും നോമിനൽ ഗ്രോത്ത്, പലയിടത്തും റിയൽ ഗ്രോത്ത്, റിയൽ പർച്ചേസിംഗ് പവർ എന്നൊക്കെ പറയും. റിയൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ഫോർ ഇൻഫ്ലേഷൻ. നോമിനൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമുക്ക് ഗ്രോത്ത് 2 രീതിയിലുണ്ട്. ഓക്കെ, ഒന്ന് നമ്മളിപ്പോൾ GDP ആണല്ലോ നമ്മുടെ ഗ്രോത്ത് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം. ഇപ്പം ഞാൻ ഈ പേന 10 രൂപയ്ക്ക് വിറ്റാൽ അടുത്ത വർഷം ഈ പേനയുടെ 10 രൂപയ്ക്ക് ഞാൻ ഈ പേന വിറ്റു, മാർക്കറ്റിൽ വിറ്റു. GDP എന്താ? GVA പ്ലസ് ടാക്സ്, പ്രൊഡക്റ്റ് ടാക്സ്. ഞാൻ കടയിൽ നിന്ന് മേടിക്കുന്ന വില. ഈ പേന ഞാൻ കടയിൽ നിന്ന് 10 രൂപയ്ക്ക് മേടിച്ചാൽ GDPയിൽ കയറിപ്പോയി. ഈ പേന 10 രൂപയ്ക്ക് വിറ്റു, GDP അക്കൗണ്ടിങ്ങിൽ കയറിപ്പോയി. നൗ ഈ പേനയ്ക്ക് അടുത്ത വർഷം 15 രൂപയായി, അല്ലെങ്കിൽ പേന 10 രൂപയ്ക്ക് വിറ്റു. ഓക്കെ, അതാണ് കുറച്ചുള്ളൂ. പേന 10 രൂപയ്ക്ക് വിറ്റു. അടുത്ത വർഷം പേന 20 രൂപയ്ക്ക് വിറ്റു എന്ന് ഡേറ്റ വരുന്നു. 2 കേസസ് ഉണ്ട്. ഒന്നുകിൽ ഞാൻ 2 പേന വിറ്റു, അല്ലെങ്കിൽ ഈ പേനയുടെ വില കൂടിപ്പോയി. ഓക്കെ, ഏതായിരിക്കും എക്കണോമിക്കലി സസ്റ്റൈനബിൾ? 20 രൂപയ്ക്ക് 2 പേന വെക്കുന്നതാണോ, ഒരു പേന 20 രൂപയ്ക്ക് വെക്കുന്നതാണോ? 2 പേന വെക്കുന്നില്ല. കാരണം പ്രൊഡക്ഷൻ കൂടി എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രൊഡക്ഷൻ കൂടി, ഡിമാൻഡ് കൂടി, പ്രൊഡക്ഷൻ കൂടി, വിലക്കയറ്റമില്ല. ഒരു പേന നേരെ ഇരട്ടിയായി പോയി. ഇൻഫ്ലേഷൻ ഡബിൾ, 100% ഇൻഫ്ലേഷൻ എന്ന് ഓർത്ത് നോക്കിയേ. അപ്പം അതാണ് നോമിനൽ പ്രൈസ്, റിയൽ പ്രൈസ്. നോമിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ പേനയുടെ വിലയും ഇതിൻ്റെ ഇൻഫ്ലേഷനും കൂടെ ചേർത്തിട്ടുള്ള തുക. ഈ പേനയുടെ റിയൽ വാല്യൂ അല്ല. റിയൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഈ പേനയുടെ ഇൻഫ്ലേഷൻ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. അതാണ് ബേസ് ഇയർ വെച്ചിട്ടുള്ള പരിപാടി. അറിയാമല്ലോ ബേസ് ഇയർ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യണം. അറിയാമല്ലോ ബേസ് ഇയറിൻ്റെ കൺസെപ്റ്റ് അറിയാമല്ലോ. അപ്പം ബേസ് ഇയർ വെച്ചിട്ടുള്ള എക്സ്പെക്റ്റേഷനാണ് റിയൽ ഗ്രോത്ത്. അതാണ് ശരിക്കും ഒരു എക്കണോമിയുടെ ഗ്രോത്തിനെ കാണിക്കുന്നത്. പ്രൊഡക്ഷൻ കൂടുന്നുണ്ടോ, എംപ്ലോയ്മെൻറ്റ് കൂടുന്നുണ്ടോ, ഡിമാൻഡ് കൂടുന്നുണ്ടോ, ഇതെല്ലാം അറിയണമെങ്കിൽ റിയൽ ഗ്രോത്തിൽ നോക്കണം. കാരണം ഇൻഫ്ലേഷൻ വേരിയബിളാണ്. ഒന്നോർത്ത് നോക്കി, 6 മാസം മുമ്പ് വരെ കണ്ട ഇൻഫ്ലേഷൻ അല്ല ഇന്ന്. 6 മാസം മുമ്പ് ഫുഡ് ഇൻഫ്ലേഷനൊക്കെ അത്യാവശ്യം 2%, 3% ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് നെഗറ്റീവാണ്. സോ അത് ശ്രദ്ധിക്കണം. ഓക്കെ, റിയൽ ഗ്രോത്തും നോമിനൽ ഗ്രോത്തും. ഈ സാധനം ഉള്ളതുകൊണ്ട് കാണത്തില്ല. ഒരു കോർ പാരഡോക്സ്. നമ്മളെ ഞാൻ ഏറ്റവും പറഞ്ഞ പോലെ എക്കണോമിക് സർവേയുടെ ഒരു കീ ഹൈലൈറ്റ് ആണ് ഈ പാരഡോക്സ്. ഇന്ത്യ സ്ട്രോങ്ങസ്റ്റ് മാക്രോ എക്കണോമിക് പെർഫോമൻസ് ഇൻ ഡെക്കേഡ്സ്, അതായത് എന്നൊക്കെയാണ് പറയുന്നത്. അവർ ഡേറ്റ കാണിക്കുന്നുണ്ട്, മേ ബി റൈറ്റ്.
കംസ് ഇൻ എ ഗ്ലോബൽ സിസ്റ്റം ദാറ്റ് നോ ലോങ്ങർ റിവാർഡ്സ് മാക്രോ സ്റ്റെബിലിറ്റി. അതായത് ഇവർ പറയുന്നത് ഒരു ടിപ്പിക്കൽ എക്കണോമിക് കേസിൽ നമ്മുടെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യ കാണിക്കുന്ന പോലെ ഒരു മാക്രോ എക്കണോമിക് പെർഫോമൻസ് നല്ലതാണെങ്കിൽ നമ്മുടെ ഗ്ലോബൽ ഔട്ട്ലുക്ക് നല്ലതായിരിക്കണം, നമ്മുടെ കറൻസി ഒക്കെ അതിനെ റിഫ്ലക്റ്റ് ചെയ്യണം. ഇന്ത്യയുടെ എക്കണോമി ഈസ് ഇൻ എ സ്ട്രോങ്ങർ പൊസിഷൻ കമ്പയർഡ് ടു ഗ്ലോബൽ സിറ്റുവേഷൻ. ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞു ഗ്ലോബൽ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ്, പ്രശ്നങ്ങളുണ്ട്. അതിനിടയ്ക്കും ഇന്ത്യ നല്ല ഒരു മാക്രോ എക്കണോമിക് സിസ്റ്റം കാഴ്ചവെക്കുമ്പോഴും അതിനുള്ള റിവാർഡല്ല നമുക്ക് കിട്ടുന്നത്. നമ്മുടെ റുപ്പി ഇടിയുന്നു, നമ്മുടെ FDI ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് വലിക്കുന്നു. അപ്പോൾ ഗ്ലോബൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് മോശമാണ് ഇന്ത്യക്ക്. അപ്പോൾ അതാണ് ഒരു പാരഡോക്സ്. നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനുള്ള റിവാർഡ് നമുക്ക് കിട്ടുന്നില്ല. നമ്മുടെ ബേസ് ഇയർ ഇപ്പം റിവേഴ്സ് ചെയ്യുന്നുണ്ട്. ഇനി 2022 23 ആക്കുന്നുണ്ട്. എങ്ങനെ? അല്ല, IMF ആക്ച്വലി ഇന്ത്യയുടെ ഗ്രോത്തിനെ പറ്റി അവർ ഒപ്റ്റിമിസ്റ്റിക് ആണ്. അവർ തന്നെ പറയുന്നുണ്ട് ഇന്ത്യ 7% ഗ്രോ ചെയ്യും എന്ന് IMF പറയുന്നുണ്ട്. ഈ ബേസ് ഇയറിനെ പറ്റിയുള്ളൊരു ഇത് ഞാൻ കേട്ടില്ല കേട്ടോ. അതെന്താണ് അവർ പറഞ്ഞത്? സാരമില്ല, ഞാൻ പറഞ്ഞോളൂ. ഇല്ല, അങ്ങനെയില്ല. കറൻസി സ്റ്റെബിലിറ്റി അഫക്റ്റ് ചെയ്യുന്നത് ഗ്ലോബൽ ഇഷ്യൂസ് തന്നെയാണ്. ഇപ്പോൾ US ഡോളർ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം ഇടിയും. US-ലെ ഫെഡറൽ റിസർവ് അവർ മോണിറ്ററി ടൈറ്റനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ മൂല്യം ഇടിയും. അപ്പം ഇവർ പറയുന്നത്, ഇപ്പം സർവേ പറയുന്നത് ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ഇടുന്നത് ഇന്ത്യയിലെ പ്രശ്നങ്ങൾ കൊണ്ടല്ല, ഗ്ലോബൽ പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഇന്ത്യ എല്ലാ കാര്യത്തിലും നന്നായിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഗ്ലോബലി പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് നമ്മുടെ റുപ്പിയുടെ മൂല്യം ഇടിയുന്നത്. ഇനി റുപ്പിയുടെ മൂല്യം ഇടിയുന്നത് നമുക്കൊരു പ്രശ്നമല്ല എന്നും ഇവർ പറയുന്നുണ്ട്. അത്രയും കോൺഫിഡൻസ് ആണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമുക്ക് കാണാം. ഓക്കെ, ഏതാ ഇതല്ലേ? മാക്രോ സ്റ്റെബിലിറ്റി വിത്ത് കറൻസി സ്റ്റെബിലിറ്റി ഓർ സ്ട്രാറ്റജിക് ഇൻസുലേഷൻ. സ്ട്രാറ്റജിക് ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ജനറൽ ടേമാണ്. വാട്ട് യു സേ ഫോർ ദാറ്റ്? അതായത് ഗ്ലോബൽ വൾണറബിലിറ്റീസിനെ നമ്മളെ ബാധിക്കുന്നില്ല. നമ്മൾ ഒരു ഇൻസുലേഷൻ, യു നോ വാട്ട് ഈസ് ഇൻസുലേഷൻ? വി ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ഔട്ട്സൈഡ് ഹെഡ്വിൻസ്. സെയിം തിങ് ഹാപ്പൻഡ് ഇൻ 2008. ഗ്ലോബൽ വാട്ട് ഹാപ്പൻഡ് ഇൻ 2008? the biggest economic downfall since the Great Depression. അതാണ് 2008 സംഭവിച്ചത്, ഫിനാൻഷ്യൽ ക്രൈസിസ്. അന്നേരവും ഇന്ത്യ സ്റ്റേബിൾ ആയിരുന്നു, ഇന്ത്യൻ എക്കോണമി സ്റ്റേബിൾ ആണ്, ബിക്കോസ് വി ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ഔട്ട്സൈഡ് ഹെഡ്വിൻസ്. സെയിം തിങ് ഈസ് ഹാപ്പനിങ് ഹിയർ. ഇന്ത്യ സ്ട്രാറ്റജിക് ആയിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ US താരിഫ് കൊണ്ടുവന്നു, നമ്മൾ ഉടനെ എന്ത് ചെയ്തു? നമ്മൾ ഉടനെ അവരുടെ കാല് പിടിക്കാൻ പോയില്ല. വാട്ട് വി മേഡ് എ ട്രേഡ് എഗ്രിമെന്റ് വിത്ത് യൂറോപ്പ്. അദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ US താരിഫ് കുറയ്ക്കാനുള്ള കാര്യങ്ങളിൽ ഒന്ന് അത് തന്നെയാണ്. വി സ്റ്റാർട്ടഡ് ലുക്കിംഗ് അറ്റ് ഡൈവേഴ്സിഫൈഡ് മാർക്കറ്റ്സ്. നമ്മുടെ US ഡിപ്പെൻഡബിൾ അല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. നമ്മൾ ഉടനെ പോയി യൂറോപ്പിൽ പോയി ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. ദാറ്റ് വാസ് എ സ്ട്രാറ്റജിക് മൂവ്. അതുപോലെ നമ്മുടെ ക്രൂഡ് ഓയിൽ ബാസ്ക്കറ്റ് ഞാൻ പറഞ്ഞു, ബ്രൂണയിൽ നിന്നും ഈജിപ്തിൽ നിന്നും ഒക്കെയുള്ള നമ്മുടെ ബാസ്ക്കറ്റ് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്തു. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ഇന്ത്യ ഇസ് മേക്കിംഗ് സ്ട്രാറ്റജിക് മൂവ്സ്. ഒരു പ്രശ്നം വന്നു കഴിയുമ്പം അയ്യോ എന്ന് പറഞ്ഞിരിക്കാതെ അപ്പോൾ തന്നെ അടുത്ത നടപടിയിലേക്ക് പോകുന്നു. അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. റുപ്പി അണ്ടർ പെർഫോമൻസ്, ലൈക്ക് വി സെഡ്, റുപ്പി നല്ല രീതിയിൽ ഡിപ്രിഷിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഐ തിങ്ക് ബൈ ദ സ്റ്റാർട്ടിങ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇറ്റ് വാസ് 82-83 rupees. ബൈ ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇറ്റ് വെൻറ്റ് മോർ ദാൻ 90 rupees. നല്ലൊരു ഫോളാണ്. ഇന്ത്യ റൺസ് എ പെർസിസ്റ്റൻറ്റ് ഗുഡ്സ് ട്രേഡ് ഡെഫിസിറ്റ് ആട്ടോ. ദറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പറയാൻ കാര്യം എന്താ? സർവീസ് സർപ്ലസ് ആണ്. നമ്മുടെ ഗുഡ്സ് ട്രേഡ് ഡെഫിസിറ്റ് നമ്മൾ ഓഫ്സെറ്റ് ചെയ്യുന്നത് സർവീസ് സർപ്ലസ് വെച്ചിട്ടാണ്. പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ?
സർപ്ലസസ് ഫ്രം സർവീസ് എക്സ്പോർട്സ് ആൻഡ് റെമിറ്റൻസസ് ആർ ഇൻസഫിഷ്യൻറ്റ് ടു ഫുള്ളി ഓഫ്സെറ്റ് ഇറ്റ്. നമ്മുടെ ഗുഡ്സ് ട്രേഡ് ഡെഫിസിറ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ US താരിഫ്സ് ഒക്കെ ഇന്ത്യയെ കാര്യമായിട്ട് ബാധിക്കാൻ കാര്യം. ഓക്കെ, dependence on foreign capital inflows make the rupee vulnerable when the flows weaken. അതായത് വെരി സിമ്പിൾ, നമ്മളിപ്പം കൂടുതലായിട്ട് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ക്യാപിറ്റൽ മാർക്കറ്റിന് വേണ്ടി. ചെറിയൊരു ഇഷ്യൂ വരുമ്പം ഇവരെല്ലാവരും ക്യാപിറ്റൽ വരച്ചുകൊണ്ട് പോകും, ഇന്ത്യ റുപ്പി വീണ്ടും ഡിപ്രീഷിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ദ മോർ വി ഡിപ്പെൻഡ് ഓൺ ഫോറിൻ ക്യാപിറ്റൽ ദ മോർ വൾണറബിൾ ഓർ റുപ്പീസ്. ബേസിക് ലോജിക്, കാര്യമായ കഥകളൊന്നുമില്ല. പിന്നെ റുപ്പി ഡിപ്രീസിയേഷനെ നമ്മുടെ എക്കണോമിക് സർവേ ഡിഫെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ദ റുപ്പി വാലുവേഷൻ ഡസ് നോട്ട് റിഫ്ലക്ട് ഇന്ത്യ സ്ട്രോങ് എക്കണോമിക് ഫണ്ടമെന്റൽസ്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെ, അതായത് ഇന്ത്യ ഇത്രയും നല്ല ഒരു എക്കണോമിക് സിറ്റുവേഷൻ കാഴ്ചവെച്ചിട്ടും നമുക്ക് അതിന് റിവാർഡ് കിട്ടുന്നില്ല. നമ്മുടെ റുപ്പി പിന്നെയും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ റുപ്പിയുടെ വാല്യൂ ഈസ് നോട്ട് എക്സാക്ട്ലി വാട്ട് ഇറ്റ് ഷുഡ് ബി എന്നാണ് ഇവർ പറയുന്നത്. ദ റുപ്പി ഈസ് പഞ്ചിങ് ബിലോ ഇറ്റ്സ് വെയിറ്റ് എന്നാണ് പറയുന്നത്. എന്താണ് പഞ്ചിങ് ബിലോ ഇറ്റ്സ് വെയിറ്റ്? നമ്മുടെ ഈ ബോക്സിങ്ങിലൊക്കെ നമ്മുടെ ഇന്ത്യക്കാരി ഉണ്ടായിരുന്നല്ലോ, ദ പേഴ്സൺ ഹു ലോസ്റ്റ് ഹെർ മെഡൽ ഡ്യൂ ടു വെയിറ്റ് ഇഷ്യൂ. പഞ്ചാബി അല്ല, ഹരിയാനക്കാരി. വിനേഷ് ഫോഗട്ടൊക്കെ എന്താ ചെയ്തത്? അവർ ചെയ്യുന്നത് ദേ കട്ട് ദെയർ വെയിറ്റ്. ഇപ്പം 60 kg താഴെ നിൽക്കുകയാണെങ്കിൽ ദേ മൈറ്റ് ബി കേപ്പബിൾ ഓഫ് ഫൈറ്റിംഗ് പീപ്പിൾ അബവ് 60 kg, ബട്ട് ദേ ഹാവ് കട്ട് ദെയർ വെയിറ്റ് ആൻഡ് ദേ ഡിസൈഡ് ടു ഫൈറ്റ് സമ്മൺ ലോവർ, വെയിറ്റ് കുറഞ്ഞവരെ. ദാറ്റ് ഇസ് എ ബിഗ് അഡ്വാൻറ്റേജ് ഫോർ അസ്. എനിക്ക് വലിയൊരുത്തിനെ ഇടിച്ചിടാൻ കഴിവുണ്ട്, ഞാൻ ചെറിയൊരുത്തിനെ ഇടിച്ചിടാൻ പോകുന്നു. അതാണ് റുപ്പിക്ക് സംഭവിക്കുന്നത്. റുപ്പി ഈസ് പൊട്ടൻഷ്യലി സ്ട്രോങ്ങർ. റുപ്പിക്ക് നല്ല കഴിവുണ്ട്, സർവേ പറയുന്ന കാര്യങ്ങളാണ്. റുപ്പിക്ക് നല്ല കഴിവുണ്ട്, ബട്ട് സ്റ്റിൽ റുപ്പി ഈസ് ഡിപ്രീഷിയേറ്റിംഗ്. ഗ്ലോബലി റുപ്പിക്ക് കിട്ടേണ്ട ഒരു ഇറ്റ് ഈസ് നോട്ട് ഗെറ്റിംഗ് വാട്ട് ഇറ്റ് ഡിസേർവ്സ്. ഓക്കെ, പിന്നെ ദ അണ്ടർ വാല്യൂഡ് റുപ്പി പാർട്ട്ലി ഓഫ്സെറ്റ്സ് ദ ഹൈ താരിഫ്സ് ആൻഡ് poses no immediate risk of inflation from crude oil. So what it says is that, this is also very important, at present our major trade partners are giving us a very bad time. Like for example, US has hiked the tariffs. So our rupee depreciation has offsetted it. How? ആ താരിഫ് ഹൈക്കിനെ റുപ്പി ഡിപ്രീസിയേഷൻ മൂലം നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഹൗ? യാ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ്പോർട്സ് കൂടും, ശരിയല്ലേ? സോ അങ്ങനെ റുപ്പി ഡിപ്രീസിയേഷൻ മൂലം എക്സ്പോർട്സിന് കൂടുതൽ മൊമെൻറ്റം കിട്ടുകയും അത് കാരണം നമ്മുടെ ഈ പറഞ്ഞ US തന്നിരിക്കുന്ന താരിഫ്സിനെ ഓഫ്സെറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് ഒരു ഫ്രേസ് എക്കണോമിക് സർവേയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസാണത്. ഓക്കെ, how we can, even when we face headwinds, how we can make that to our advantage എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴും how can we use it for our advantage? However, it creates investor hesitation and warnings of closer examination. Okay, ഇപ്പം ഇന്ത്യയിൽ നടക്കുന്ന, നമ്മൾ ഇന്ത്യയിൽ ഇരിക്കുന്നത് കൊണ്ടും നമ്മൾ ഇന്ത്യൻ എക്കണോമിക് സർവേ വായിച്ചത് കൊണ്ടും നമ്മുടെ വിചാരം ഇന്ത്യൻ എക്കണോമി ഈസ് വെരി സ്ട്രോങ് എന്നുള്ളതാണ്. പക്ഷെ പുറത്തുനിന്ന് ഒരു ഇൻവെസ്റ്റർ നോക്കുമ്പോഴോ അവൻ ഇന്ത്യൻ എക്കണോമിക് സർവേ വായിക്കുമോ? ഇല്ല. ഇന്ത്യൻ എക്കണോമിക് സർവേ ഇന്ത്യക്കാരൻ UPSCക്കാരാണ് ഇത് ഏറ്റവും കൂടുതൽ വായിക്കാറുള്ളത്. അപ്പോൾ സോ വാട്ട് ദേ വിൽ ബി ലുക്കിംഗ് അറ്റ് ഇസ് റേറ്റിംഗ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ്സ് ആൻഡ് പൂർ റേറ്റിംഗ്സ് ഉണ്ട്. Another important thing they will be looking at is bond yield. Bond yield is very critical. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇൻവെസ്റ്റർ ഹെസിറ്റേഷൻ ഉണ്ടാവും തീർച്ചയായിട്ടും. വി ആർ സീയിങ് ഇറ്റ്. കാരണം നമ്മുടെ സർവേ പറയുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ്, നമ്മുടെ ഡൊമസ്റ്റിക് സേവേഴ്സ്, നമ്മളൊക്കെ തന്നെ, അവർ ഹൗസ് ഹോൾഡ്സ് ആർ മൂവിങ് മോർ ഇൻ ടു
ഫിനാൻഷ്യലൈസേഷൻ. അത് അടുത്ത വേറൊരു ചാപ്റ്ററാണ്. ഫിനാൻഷ്യലൈസേഷൻ എന്ന് പറഞ്ഞൊരു വലിയൊരു പോയിന്റ് തന്നെ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഇത്രയും നാൾ നമ്മുടെ സേവിങ്സ് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മുടെ പേരൻസ് ഒക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ പേരൻസ് ചെയ്തിട്ടില്ല, അവർക്ക് അതിനെപ്പറ്റി ധാരണയില്ലായിരുന്നു. What they have did it, they have put it in the bank or buy some gold or do something like that, buy some land. But right now our new generation, what they are doing is they are investing more into the market. ഇപ്പോൾ നമ്മൾ കൂടുതൽ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒക്കെ പരസ്യം കാണുന്നുണ്ട്. അപ്പോൾ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ആർ മൂവിങ് ഇൻ ടു ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. അവർ കൂടുതലും ഇതുപോലെയുള്ള മ്യൂച്വൽ ഫണ്ട്സ്, SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, റീൽസ് കാണാറില്ലേ? 100 രൂപ ഇട്ട 5 വർഷം കഴിയുമ്പോൾ 1 കോടി രൂപ കിട്ടും എന്നൊക്കെ പറഞ്ഞ് കാണാറില്ലേ? അപ്പോൾ അങ്ങനെ SIP, മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റിംഗ് എന്നുള്ള പുതിയതല്ല, അവർക്ക് നമ്മൾ ഡൊമസ്റ്റിക് ഹൗസ് ഹോൾഡ്സിന് പുതുതായിട്ട് തോന്നുന്ന കാര്യങ്ങളിലേക്കൊക്കെ അവർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഓഫ്സെറ്റിംഗ് ദി ഫോറിൻ പോർട്ട്ഫോളിയോ ഔട്ട്ഫ്ലോ. നമ്മളെപ്പോഴും കേൾക്കും, നമ്മൾ സിവിൽ സർവീസ് പഠിക്കുന്ന കാലം തൊട്ട് കേൾക്കുന്നതാണ്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വന്ന് നമ്മുടെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു ചെറിയ പ്രശ്നം വരുമ്പം അവർ ഇൻവെസ്റ്റ്മെൻറ്റ് വലിച്ചുകൊണ്ട് പോകുന്നു. അതിനെ ഓഫ്സെറ്റ് ചെയ്യുന്ന ഇപ്പോൾ ആരാ? നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സാണ്. സ്റ്റേറ്റ്മെൻറ്റ് റീസണിങ് ക്വസ്റ്റ്യൻ വരാം. സോ വിച്ച് ഇസ് മോർ വോളട്ടൈൽ, നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ആണോ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആണോ? തീർച്ചയായിട്ടും. കാരണം ഡൊമസ്റ്റിക് കാരണം മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി വേണം, മിനിമം ഫിനാൻഷ്യൽ ലിറ്ററസി വേണം. സോ വി നോ അവർ ഹൗ എക്കോണമി ഈസ് ഗോയിങ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ കൂടി എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ പോയി നമ്മുടെ SIP വലിക്കുമോ? ഇല്ല. വി ഹാവ് പുട്ട് ഇറ്റ് ദെയർ ഫോർ എ ലോങ് ടൈം. If we decided to invest in our SIP for like 1,000 rupees a month, we will do that. As long as we have the 1,000 rupees, we will do that. We will not വലിയൊരു ക്രാഷ് ഒന്നും വന്നില്ലെങ്കിൽ we will not change it. So our domestic households are becoming the anchor of our investments. That is a very important point survey is mentioning. ഇപ്പോഴല്ല, പിന്നീട് നമ്മളത് കാണും. ഓക്കെ, just keep that in your mind. ഇത് നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസാണ്. ഇതുണ്ട്, ഗ്രാജുവലി ഇറ്റ് ഇസ് ഡിക്ലൈനിങ് ഡിസ്പൈറ്റ് ഗ്ലോബൽ ഹെഡ്വിൻസ്. ക്രൂഡ് ഓയിൽ പ്രൈസസ് ഡിക്ലൈനിങ്. ഇതൊക്കെയാണ് നമ്മുടെ ഇൻഫ്ലേഷനെ ലോവറായിട്ട് നിർത്താനുള്ള കാര്യങ്ങൾ. കാരണം ഫുഡ് ഇൻഫ്ലേഷൻ ഡിസിൻഫ്ലേഷൻ എന്നാണ് എക്കണോമിക് സർവേയിൽ പറയുന്നത്. പക്ഷേ ഇൻ റിയാലിറ്റി അത് ഡിഫ്ലേഷനിലേക്ക് പോയി. PIBയിലെ ഒരു പോസ്റ്റിൽ മാത്രമേ ഡിഫ്ലേഷൻ എന്നൊരു മെൻഷൻ ചെയ്യുന്നുള്ളൂ. വോട്ടെവർ, അത് നെഗറ്റീവ് പോയി. ഇൻഫ്ലേഷൻ നെഗറ്റീവ് പോവുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഡിഫ്ലേഷൻ അല്ലേ? സോ അത് പോയതുകൊണ്ട് ദാറ്റ് ഈസ് എ പ്രോബബിൾ ക്വസ്റ്റ്യൻ. ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ ഇത്രയും ലോവറായിട്ട് നിൽക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒക്കെ ചിലപ്പോൾ ചോദ്യങ്ങൾ വരാം. അപ്പം അതിന് ക്രൂഡ് ഓയിൽ പ്രൈസ് ഇപ്പം അതിനകത്ത് ചിലപ്പം ഒരു ഓപ്ഷൻ വയ്ക്കും, ക്രൂഡ് ഓയിൽ പ്രൈസസ് സ്റ്റേയിങ് സ്റ്റഡി. നമ്മളിത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മളത് ഗസ് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഞാൻ അതുകൊണ്ടാണ് ഈ ഡേറ്റ എടുത്തിട്ടിട്ടെ. നമ്മൾ ഈ ഡേറ്റ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ പറയുവാണ് ക്രൂഡ് ഓയിൽ പ്രൈസസ് സ്റ്റേയിങ് സ്റ്റഡി ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺസ് വൈ അവർ ഇൻഫ്ലേഷൻ ഇസ് ലോ. നിങ്ങളിത് കാണിക്കാൻ പാടില്ലായിരുന്നു, കണ്ടില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എക്സാം ഹോളിൽ എന്ത് ഗസ് ചെയ്യും? ഞാൻ ഗസ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും, ഗ്ലോബലി ക്രൈസിസ് ഉണ്ട്, എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. സോ ഇത്രയും നാളത്തെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് ഗ്ലോബലി എന്ത് ഇഷ്യൂ ഉണ്ടായാലും ആദ്യം പോകുന്നത് പെട്രോളിൻ്റെ വില കയറുക എന്നുള്ളതാണ്. സോ ഐ വിൽ ഗസ് ദി ഓപ്പോസിറ്റ്. സോ അത് ഗസ് ചെയ്യാതിരിക്കാനാണ് ഞാൻ ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചത്. ഇറ്റ് ഇസ് ഗോയിങ് സ്റ്റഡി. ഓക്കെ, നവംബർ വരെയുള്ള ഡേറ്റ നമ്മളിലുണ്ട്. നമ്മുടെ റുപ്പി ഈസ് പഞ്ചിങ് ബിലോ ദ വെയിറ്റ് എന്ന് പറഞ്ഞില്ലേ? ദാറ്റ് മീൻസ് റുപ്പി ഡസ് നോട്ട് ഗെറ്റ് വാട്ട് ഇറ്റ് ഡിസേർവ്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു ചുമ്മാ തള്ളല്ല. ദാറ്റ് ഇസ് we have a data substantiating it. The Lowy Institute's Power Gap Index നോട്ട് ചെയ്ത് വെച്ചോ, ചിലപ്പോൾ ഇൻഡെക്സസ് ആൻഡ് റിപ്പോർട്ട്സിലൊക്കെ ചോദിക്കാം. ഓസ്ട്രേലിയ ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം ഈ ലോവി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പവർ ഗ്യാപ്പ് ഇൻഡെക്സ് പറയുന്നത് എന്താണെന്നോട് പറഞ്ഞിട്ടില്ലേ? India is operating below its strategic potential. India score is -4. ദാറ്റ് ഇസ് ഏഷ്യയിലെ തന്നെ ഏറ്റവും ലോവസ്റ്റ് സ്കോറാണ് -4. അതായത് അതൊരു നെഗറ്റീവ് കാര്യമല്ല. Okay, India score is -4, that is, it is not something bad. What they say is that India has a lot of potential and we are exhibiting it also. അത് ഇപ്പം നമ്മൾ കണ്ടു, ഇന്ത്യയുടെ എക്കണോമിക് സ്റ്റെബിലിറ്റി, ഇന്ത്യയുടെ മിലിറ്ററി പവർ, ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് പവർ,
ഇതെല്ലാം കൊണ്ടും ഇന്ത്യക്ക് വേണ്ട റെക്കഗ്നിഷൻ ഗ്ലോബൽ സ്കെയിലിൽ കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അവരുടെ ഈ പവർ ഗ്യാപ്പ്. വി ഹാവ് എ പവർ ബട്ട് വി കനോട്ട് എക്സിബിറ്റ് ഇറ്റ്. ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതാണ് ഈ പവർ ഗ്യാപ്പ് ഇൻഡെക്സ് കാണിക്കുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ മിസ്മാച്ച് ബിറ്റ്വീൻ എക്കണോമിക് സ്ട്രെങ്ത് ആൻഡ് സ്ട്രാറ്റജിക് ഇൻഫ്ലുവൻസ്. സോ ഇന്ത്യ ഹാസ് ഇറ്റ്സ് എക്കണോമിക് സ്ട്രെങ്ത് ബട്ട് ഇറ്റ് ഡസ് നോട്ട് എക്സിബിറ്റ് ദി സ്ട്രാറ്റജിക് ഇൻഫ്ലുവൻസ് ദാറ്റ് ഇറ്റ് കുഡ് ഹാവ്. മനസ്സിലാകുന്നുണ്ടോ? പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നില്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, ഗ്ലോബൽ സിനാരിയോ ആണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദ ഗ്ലോബൽ ഗ്രോത്ത് ആൻഡ് ട്രേഡ് ഹാവ് ഹെൽഡ് അപ്പ് ബട്ട് റീസൺസ് റിമെയിൻ അൺസർട്ടൺ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം. അതായത് ഗ്ലോബൽ ഗ്രോത്ത് ആൻഡ് ട്രേഡ് ഹാസ് ഹെൽഡ് അപ്പ്. അതായത് ഒരുപാട് റിസ്കുകളുണ്ട്. നമുക്ക് പറയാനാണെങ്കിൽ ട്രേഡ് മോശമാകാനും ഗ്ലോബൽ എക്കണോമിക് സർക്കംസ്റ്റാൻസസ് മോശമാകാനും ഒരുപാട് കാരണങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ എവറിത്തിങ് ഹാസ് ഹെൽഡ് അപ്പ്. വലിയൊരു റിസഷനിലേക്കോ ഒരു ഫിനാൻഷ്യൽ പ്രശ്നത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല. അതിൻ്റെ കാര്യങ്ങൾ അൺസർട്ടൺ ആണ്. ബട്ട് വട്ട് വി തിങ്ക് ഇസ് ദിസ്, ഒരു ഇൻഫ്ലേഷൻ വരുന്നു എന്ന് കാണുമ്പോൾ വി വിൽ ഫ്രണ്ട് ലോഡ് തിങ്സ്. US എക്കോണമിയൊക്കെ എല്ലാം ഫ്രണ്ട് ലോഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ആ US കാണിക്കുന്ന പരിപാടികളുടെയൊക്കെ റിസൾട്ട് എടുക്കാനായിട്ട്. റിസ്ക് ഓഫ് ലാഗ്ഡ് നെഗറ്റീവ്, ഇതൊന്നും ജസ്റ്റ് ഞാൻ ഗ്ലോബൽ സിനാരിയോ മനസ്സിലാക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. ദ റിസ്ക് ഓഫ് ലാഗ്ഡ് നെഗറ്റീവ് എഫക്ട്സ് ഓഫ് ഓൺഗോയിങ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ടെർമോയിൽ. അതായത് US ഒരു വലിയൊരു പൊളിറ്റിക്കൽ ക്രൈസിസ് വരാനുള്ള സാധ്യതയുണ്ട്. യു നോ വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദ US. പ്രത്യേകിച്ചും ഇപ്പോൾ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് പുറത്തുവിടുന്ന രേഖകളൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല. അപ്പോൾ അവിടെ ഒരു വലിയൊരു പൊളിറ്റിക്കൽ ക്രൈസിസ് വരാനുള്ള ചാൻസ് ഉണ്ട്. US യൂറോപ്പ് റിലേഷൻസ് മോശമായിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഗ്രീൻലാൻഡിൻ്റെ പ്രശ്നം. ഇപ്പം ഇന്ത്യയുടെ ഇഷ്യൂസ് എടുത്താലും ഇന്ത്യ US റിലേഷൻസ് വളരെ നല്ലതായിരുന്നു. അത് പിന്നെ ഈ സാങ്ഷൻസ് വന്നാൽ മോശമായി, ബെറ്റർ ആയിക്കൊണ്ട് വരുന്നു. പിന്നെ വേറെ എന്താ ജിയോ പൊളിറ്റിക്കൽ ക്രൈസിസ് ഉള്ളത്? ഇറാൻ വാർ വലിയൊരു പ്രശ്നമാണ്. ഇസ്രയേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് വലിയൊരു ജിയോ പൊളിറ്റിക്കൽ പ്രശ്നമാണ്. സോ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഗ്ലോബൽ ഗ്രോത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അതാ ഞാൻ പറഞ്ഞു, ഇൻറ്റൻസിഫൈങ് ജിയോ പൊളിറ്റിക്സ്, കോംപ്ലക്സ് യൂറോപ്യൻ സെക്യൂരിറ്റി എൻവയൺമെൻറ്റ്, നമ്മുടെ ഗ്രീൻലാൻഡിൻ്റെ ഇഷ്യൂ, പിന്നെ ഫിനാൻഷ്യൽ റിസ്ക് ഫ്രം ലിവറേജ്ഡ് ടെക് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതാണ് ഞാൻ പറഞ്ഞത് ടെക് ലിവറേജ്ഡ് ടെക് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞത് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ വലിയൊരു ഔട്ട്പുട്ട് പ്രതീക്ഷിക്കുന്നു. അത് കിട്ടുവാണെങ്കിൽ നന്നായിട്ട് കിട്ടും, ഇല്ലെങ്കിൽ ഉള്ളതും കൂടെ പോകും. വലിയൊരു നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ ചാൻസ് ഉണ്ട്. അത് ഈ ലിവറേജ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ഇല്ല, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിനകത്ത് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് എന്നൊരു പരിപാടിയുണ്ട്. കഴിഞ്ഞ ബഡ്ജറ്റിൽ അതിനെപ്പറ്റി പറഞ്ഞ് കുറച്ച് കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിലെ പ്രശ്നം ഇതാണ്, നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട് ഫ്യൂച്ചറിൽ വലിയൊരു ലാഭം ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിൽ പലരും പെട്ടുപോകുന്നത് ഈ പ്രശ്നം കൊണ്ടാണ്. നമുക്കുണ്ടാകുന്ന നഷ്ടം അതുപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, ഞാൻ ഇന്നിപ്പം 100 രൂപ വെച്ചിട്ട് ഞാൻ 1000 രൂപയുടെ കളിക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ കിട്ടുവാണെങ്കിൽ എനിക്ക് 1000 രൂപ കിട്ടും, പോവുകയാണെങ്കിൽ 1000 രൂപ പോകും, 100 അല്ല പോകുന്നത്. അതാണ് ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിലെ ലിവറേജിൻ്റെ ഇഷ്യൂ. അപ്പോൾ ഈ ലിവറേജ് എന്ന് പറഞ്ഞൊരു എക്കണോമിക് ടേമാണ്, അതൊന്ന് പഠിച്ചു വെച്ചോളൂ. ഓക്കെ, എപ്പോഴും ഇതൊക്കെ ആവശ്യം വരും. സോ ഇപ്പോഴത്തെ ഗ്ലോബൽ സർക്കംസ്റ്റാൻസ് എന്ന് പറയുന്നത് ട്രേഡ് പോളിസി ഈസ് ഇൻക്രീസിംഗ്ലി ഡ്രിവൺ ബൈ സെക്യൂരിറ്റി ആൻഡ് പൊളിറ്റിക്സ്. നമ്മൾ കുറച്ചാൾ മുമ്പ് വരെ പഠിച്ചത് എന്താ? ഗ്ലോബൽ ട്രേഡൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? WTO ഉണ്ട്. WTOയുടെ കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പം സാനിറ്ററി, ഫൈറ്റോ സാനിറ്ററി മെഷേഴ്സ്, ട്രേഡ് ബാരിയേഴ്സ്, മോസ്റ്റ് ഫേവറബിൾ നേഷൻ പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഇൻ്റർനാഷണൽ ഓർഡർ ഉണ്ടായിരുന്നു ട്രേഡിന്. ഇന്നിപ്പോൾ WTO കേൾക്കാൻ പോലും ഉണ്ടോ? ലോകത്ത് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഇല്ല. എല്ലാം തീരുമാനിക്കുന്നത് പൊളിറ്റിക്കൽ ആൻഡ് സെക്യൂരിറ്റി പ്രശ്നങ്ങളാണ്. ഇപ്പോൾ US ഒറ്റയടിക്ക് ഇന്ത്യക്ക് 50% താരിഫ് ഇട്ടു, ആർക്കെങ്കിലും വല്ലതും ചോദിക്കാൻ പറ്റുമോ? ഇല്ല. നേരത്തെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. നേരത്തെ കുറച്ച് WTOയുടെ ഇൻഫ്ലുവൻസ് കൂടുതലായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല. ഇപ്പോൾ എല്ലാം
സെക്യൂരിറ്റിയും പൊളിറ്റിക്സും മാത്രം. പിന്നെ മാർക്കറ്റ് റിസ്കിനെ പറ്റി പറയുന്നുണ്ട്. ദ ഗോൾഡ് പ്രൈസസ് സർജ്ഡ് ഫ്രം $, സച്ച് ആൻഡ് സച്ച് ടു ദാറ്റ് ഇൻ 2025. ഇറ്റ് റിഫ്ലെക്ട്സ് എ വീക്കനിങ് $, ആൻഡ് റൈസിങ് ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതാണ്, വൈ ദ ഗോൾഡ് പ്രൈസസ് ആർ ഗോയിങ് ഹൈ. അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആണ് ഗോൾഡ് പ്രൈസിനെ പറ്റി. ഗോൾഡ് പ്രൈസ് കൂടുമ്പോൾ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് എന്ത് സംഭവിക്കും? മാർക്കറ്റിൽ ഗോൾഡ് പ്രൈസ് കൂടുമ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് എന്ത് സംഭവിക്കും? രണ്ട് പ്രശ്നമുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഗോൾഡ് ഈസ് എ മേജർ കമ്പോണൻ്റ് ഓഫ് അവർ റിസർവ്സ്. ഇപ്പം നമുക്കിത്രയും റുപ്പി ഡിപ്രീഷിയേഷൻ സംഭവിച്ചിട്ടും നമ്മുടെ റിസർവ്സിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. വി ആർ സ്റ്റിൽ മെയിൻറ്റെയിനിങ് അറ്റ് 680 ബില്യൺ. കുറച്ച് നാളായിട്ട് ആ ലെവലിൽ തന്നെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. റുപ്പിക്ക് ഇത്രയും ഡിപ്രീസിയേഷൻ സംഭവിച്ചു, എന്നിട്ടും നമ്മുടെ റിസർവ്സ് കുറയുന്നില്ല. അതിൻ്റെ പ്രധാന കാര്യം ഗോൾഡിൻ്റെ പ്രൈസ് കൂടി നിൽക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അത് റിസർവ്സിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ് ഗോൾഡ്. അപ്പം നമ്മൾ ലോജിക്കലി നോക്കിയാൽ റുപ്പി ഭയങ്കരമായിട്ട് ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നു. RBI ഇടപെടണം, ഫോറിൻ എക്സ്ചേഞ്ചിൽ നിന്ന് ഡോളർ വിൽക്കണം, റുപ്പി കയറും എന്നൊക്കെയുള്ള കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ നിൽക്കുമ്പോഴും എക്സ്ചേഞ്ചിന് കഴിഞ്ഞ മാസം കുറച്ച് മാറ്റങ്ങളുണ്ടായി. ബട്ട് സ്റ്റിൽ ഡിസംബറിൽ നമ്മൾ നോക്കിയപ്പം ഇറ്റ് വാസ് അറൌണ്ട് 688 ബില്യൺ. സോ അതിന് ചേഞ്ച് വരാത്തത് ഈ ഗോൾഡ് പ്രൈസ് കൂടുന്നത് കൊണ്ടാണ്. ഓക്കെ, RBI റിസർവ്സിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഡോളറുണ്ട്, ഗോൾഡുണ്ട്, IMFൻ്റെ ഇതൊക്കെയുണ്ട്. എന്നാ ദാറ്റ് SDR. Yeah. പിന്നെ വാർണിങ്സ് ഓഫ് ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്ട്രെസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഫിനാൻഷ്യൽ സ്ട്രെസ് ഇസ് ലൂമിങ് അറൗണ്ട്, ഇറ്റ്സ് ഇൻ ദി എയർ. പക്ഷേ ഇതുവരെ ദാറ്റ് ഹാസ് നോട്ട് സെറ്റിൽ ഡൗൺ. അതിൻ്റെ വാർണിങ്സ് ആണ് ഈ പറയുന്നത്. 120 ബില്യൺ ഇൻ AI ഡേറ്റാ സെൻറ്റർ. അതായത് ഗ്ലോബലി പലയിടത്തും ഫോറിൻ, ഇന്ത്യക്ക് മാത്രമല്ല ഗ്ലോബലി മിക്ക രാജ്യങ്ങളിലും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുകയാണ്. പക്ഷേ US മാത്രം അത് കൂടിക്കൊണ്ടിരിക്കുക. ഏതാ? ഗോൾഡ് ഫോറക്സിലുള്ളതുകൊണ്ട്. ഏതാ? റിസർവ് കൂടുന്നു, റിസർവിൻ്റെ വാല്യൂ കൂടുന്നു. കാരണം ഗോൾഡ് അതിനകത്തൊരു കമ്പോണൻ്റ് ആണ്. അപ്പോൾ ഗോൾഡിൻ്റെ വില കൂടുമ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സെവറൽ കമ്പോണൻസ്. ഡോളർ, നമ്മൾ ഈ പറഞ്ഞ SDR, ഗോൾഡ്, സെക്യൂരിറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നു, ഐ തിങ്ക് സോ. എനിവേ, ഇറ്റ് ഇസ് എ ബാസ്ക്കറ്റ് ഓഫ് സെവറൽ ഗുഡ്സ്. ഡോളർ മാത്രമല്ല ഉള്ളത്. അപ്പോൾ ഈ ബാസ്ക്കറ്റിനകത്ത് ഒരു കമ്പോണൻ്റ് ആണ് ഗോൾഡ്. അപ്പോൾ ആ ഗോൾഡിൻ്റെ വില കൂടുമ്പം ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൻ്റെ വാല്യൂവും കൂടണ്ടേ? അതേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനകത്ത് ഡൗട്ടിൻ്റെ ആവശ്യം എന്താ? ഓക്കെ. എന്തോ ഹൗസ് ഹോൾഡ്സ് ക്യാരി ചെയ്യുന്ന ഗോൾഡ് ഉണ്ട്? ഇല്ല. ഹൗസ് ഹോൾഡ്സ് നമ്മുടെ ഫോറക്സിൽ ഇരിക്കുന്ന ഗോൾഡ് അവരുടെ കൺട്രോളിലാണ്, അവരുടെ ഡിസ്പോസലിലാണ് ഉള്ളത്. അവർക്ക് വേണ്ടപ്പോൾ വിൽക്കാം, അവർക്ക് വേണ്ട മേടിക്കാം. ഇല്ല. മാർക്കറ്റ് അവൈലബിൾ ആണ്. ദാറ്റ് ഇസ് നോട്ട് പാർട്ട് ഓഫ് ഫോറക്സ്. ഇപ്പം എൻ്റെ കയ്യിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് അണ്ടർ മൈ ഡിസ്പോസൽ. ഹൗ ക്യാൻ ദി RBI കൺട്രോൾ ഇറ്റ്? ഫോറക്സ് കൺട്രോൾ ചെയ്യുന്ന ആരാ? RBI ആണ്. ഗോൾഡിൻ്റെ വില കൂടി. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഗോൾഡിൻ്റെ വില കൂടി. അതുപോലെ തന്നെ RBI ഇരിക്കുന്ന ഗോൾഡിൻ്റെ വില കൂടും, ഫോറക്സ് കൂടും. ഞാൻ കൂടുന്നല്ലേ പറഞ്ഞേ? ഫോറക്സ് കുറയാനൊരു പ്രശ്നമുണ്ട്. കാരണം ഗോൾഡ്, നമ്മൾ ഇന്ത്യ ഗോൾഡ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ട് ചെയ്യുമ്പം എന്ത് പറ്റും? ട്രേഡ് ഡെഫിസിറ്റ് കൂടും. ട്രേഡ് ഡെഫിസിറ്റ് കൂടുമ്പോൾ വീണ്ടും റുപ്പി വാല്യൂ കുറയും. അതൊരു ബാലൻസിങ് ആക്ട് ആണ്. ഇപ്പം ഗോൾഡ് വില കൂടിയെന്ന് പറഞ്ഞ് RBIയുടെ ഫോറക്സ് റിപ്പോർട്ട് ക്രമാതീതമായി കൂടിയെന്നല്ല, ഇറ്റ് ഹാസ് ടു ബാലൻസ്. അപ്പം തന്നെ ഗോൾഡിൻ്റെ വില കൂടുമ്പോൾ തന്നെ ഗോൾഡിൻ്റെ ഇമ്പോർട്ടിൻ്റെ കോസ്റ്റ് കൂടും. ഞാൻ പറഞ്ഞുള്ള ഫിസിക്കൽ ഡെഫിസിറ്റ് കൂടും, റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യും. എഗെയിൻ RBI വിൽ ഹാവ് ടു ഇന്റർവീൻ. വീണ്ടും ഡോളർ വിൽക്കണം.
ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വിൽ കം ഡൗൺ. ഇറ്റ് ഇസ് എ ബാലൻസിങ് ആക്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞു വന്നൊരു പോയിന്റ് ഇത്രേ ഉള്ളൂ. ആർ ബി ഐയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിനകത്ത് ഒരു കമ്പോണൻ്റ് ആണ് ഗോൾഡ്. അപ്പോൾ ഈ ഗോൾഡിൻ്റെ വില കൂടുന്നത് കൊണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവും കൂടും. അത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓൾവേസ് എന്ന് ഗോൾഡ് ഉണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്യും. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഗോൾഡ് ആർ ബി ഐ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കമ്പോണൻ്റ് ആണ് എന്ന് സ്ഥാപിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഓൾവേസ് ഒന്നും അല്ല, അതൊന്നും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരില്ല. ഓൾവേസ് ഗോൾഡ് ഉണ്ടെങ്കിൽ അത് ലോജിക്കലാണല്ലോ. ഇപ്പം എൻ്റെ കയ്യിൽ ഗോൾഡ് ഉണ്ട്, അപ്പം ഗോൾഡിൻ്റെ വില കൂടുമ്പം എൻ്റെ വെൽത്തും കൂടും. ദാറ്റ് ഇസ് നാച്ചുറൽ. ആ ബാക്കി ഫാക്ടേഴ്സും ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ലൈക്ക് ഗോൾഡിൻ്റെ വില കൂടുന്നത് കൊണ്ട് ആർ ബി ഐയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് എപ്പോഴും കൂടും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ പറയാ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം പാരലലി വി ഹാവ് ടു ബാലൻസ് റുപ്പി. പാരലലി റുപ്പി ഡിപ്രീസിയേഷൻ നടക്കുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ് ഇസ് എ ബാലൻസിങ്. പാരലലി റുപ്പി ബാലൻസ് ചെയ്യണം. അപ്പോൾ അത് താഴോട്ട് പോവുകയും ചെയ്യും. അതോടൊപ്പം സപ്പോസ് ബാലൻസ് ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളൊരു ഹൈപ്പോത്തറ്റിക്കൽ കേസ് എടുക്കുക. റുപ്പി ഹാസ് ബീൻ സ്റ്റേബിൾ ഫോർ എ ലോങ് ടൈം. ഗോൾഡിൻ്റെ വില കൂടി ആർ ബി ഐയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കൂടിക്കൊണ്ടിരിക്കും. കാരണം ആ റിസർവ് പുറത്തിറക്കേണ്ട ആവശ്യം വരുന്നില്ല. അത്തരം സാഹചര്യങ്ങൾക്ക് ഓക്കെ. ഗിവൺ ദാറ്റ് വേറെ പാരലലി ഒന്നും നടക്കുന്നില്ലെങ്കിൽ ഓക്കെ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ പറഞ്ഞു വന്നെന്താ? AI ഡേറ്റാ സെൻറ്റേഴ്സിലെ ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഭയങ്കരമായിട്ട് കൂടുന്നു. ദാറ്റ് ഈസ് എ ബബിൾ. കൺസേൺസ് അബൌട്ട് ദ എക്കണോമിക് വയബിലിറ്റി ഓഫ് LLM ബേസ്ഡ് AI. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താ? സയൻസ് ആൻഡ് ടെക്നോളജി, ലാർജ് ലാംഗ്വേജ് മോഡൽസ്, ChatGPT, അതൊക്കെ അതാണ്. High leverage raises the risk of cascading financial effects. അതായത് ചെറിയൊരു തിരി കൊളുത്തിയാൽ വലിയൊരു ബോംബ് പൊട്ടുന്നൊരവസ്ഥ. അപ്പോൾ അത് ഫിനാൻഷ്യലി എഫക്ട്സ് കാസ്കേഡ് ചെയ്യും. കാരണം അതാണ് ഞാൻ പറയുന്നത്, വരുമ്പോൾ എല്ലാം ഒന്നിച്ചു വരും. ഇപ്പോൾ ഒന്നും വന്നിട്ടില്ല. ഇഫ് സംതിങ് ഫെയിൽ സംവെയർ, ഇപ്പോൾ എല്ലാവരും ബാലൻസ്ഡാണ് പോകുന്നത്, യുനോ. അപ്പോൾ ഈ ലിവറേജ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ദാറ്റ് ഇസ് ഒന്ന് എക്കണോമിക്കലി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ. പിന്നെ മറ്റൊരു വാർണിംഗ് സിഗ്നൽ പറയുന്നുണ്ട്. റൈസിങ് ജാപ്പനീസ് ബോണ്ട് yields സിഗ്നൽ എ ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്ട്രെയിൻ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്കണോമിക് സർവേയിലെ ഒരു ചെറിയൊരു സെൻറ്റൻസ് ആണ്. റൈസിങ് ജാപ്പനീസ് ഗവൺമെൻറ് ബോണ്ട് yield സിഗ്നൽസ് ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്ട്രെയിൻ. കാരണം ജപ്പാൻ്റെ ഇക്കോണമി ഗ്ലോബൽ ഇക്കോണമിയിലെ ഒരു അനോമലിയാണ്, ജപ്പാനും ചൈനയും. കാരണം ഗ്ലോബലി എല്ലായിടത്തും ഇൻഫ്ലേഷനും മോണിറ്ററി ടൈറ്റനിങ്ങും എന്ത് നടന്നാലും ജപ്പാനെ ഇതൊന്നും ബാധിക്കാറില്ല. ജപ്പാനിലെ കറൻസി ഈസ് ഓൾവേസ് ചീപ്പ്. ഈ ഗ്രാഫ് നോക്കണ്ടേ, ചുമ്മാ ഈ ചാർട്ട് നോക്കണേ. ഇത് മോണിറ്ററി പോളിസി റേറ്റ് ആണ് കേട്ടോ. ഇന്ത്യയിലെ മോണിറ്ററി പോളിസി റേറ്റ് എന്താ സംഭവിക്കുന്നത്? കുറഞ്ഞുകൊണ്ടിരിക്കുക. അതെ, ഇന്ത്യയുടെ മോണിറ്ററി പോളിസി റിപ്പോർട്ട് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗ്ലോബലിയും അതാണ്. ഓക്കെ. ഇത് 2023 2023 എന്തായിരുന്നു സംഭവിച്ചത്? കോവിഡ് കഴിഞ്ഞു. കോവിഡ് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ലോകരാജ്യങ്ങളെല്ലാം വെൽഫെയർ മെഷേഴ്സ് കൊണ്ടുവന്നു, ഒരുപാട് പൈസ പമ്പ് ചെയ്തു. ഇന്ത്യയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് കൂടി. കാരണം എന്താ? ഗവൺമെൻറ് ഒരുപാട് ക്യാഷ്, എല്ലാവരും ശ്രദ്ധിക്കണേ, മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റി? ഇൻഫ്ലേഷൻ കൂടി. ഇൻഫ്ലേഷൻ കൂടുമ്പം സെൻട്രൽ ബാങ്കുകൾ എന്ത് ചെയ്യും? റിപ്പോ റേറ്റ് കൂട്ടും, അല്ലെങ്കിൽ പോളിസി റേറ്റ് കൂട്ടും. അതാണ് ഈ കാണുന്നത്. കോവിഡ് കഴിഞ്ഞു. ഇതിനെപ്പറ്റി ഒരു ക്വസ്റ്റനും UPSC ചോദിച്ചിരുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് റീസണിങ് ക്വസ്റ്റൻ ചോദിച്ചിരുന്നു. ഗ്ലോബലി സെൻട്രൽ ബാങ്ക്സ് ഹാവ് ബീൻ ഹൈക്കിംഗ് എന്നൊക്കെ ചോദിച്ചിരുന്നു. അങ്ങനെ കൂടി വന്നു. പിന്നെ കുറച്ച് നാളത് സ്റ്റേബിളാക്കി. പിന്നെ ഗ്രാജുവലി അത് കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 2024 ആയപ്പോൾ തൊട്ട് കുറയുക. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇപ്പം ലോകത്ത് തന്നെ എല്ലായിടത്തും പോളിസി റേറ്റ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജപ്പാനെ നോക്കിയേ, ജപ്പാൻ ഇതൊന്നും ബാധിച്ചിട്ടില്ല.
ലോകരാജ്യങ്ങളെല്ലാം ഓരോരോ പരിപാടി കാണിക്കുന്നുണ്ട്. ജപ്പാൻ നോക്കി ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും കുറച്ചപ്പം ഇവർ കൂട്ടാൻ തുടങ്ങി. എല്ലാവരും മോണിറ്ററി പോളിസി റേറ്റ് കുറച്ചപ്പോൾ ജപ്പാൻ കൂട്ടാൻ തുടങ്ങി. ഞാനിത് പറയാൻ കാര്യം നാളെ ജപ്പാനെ പറ്റി ചോദ്യം ചോദിക്കുന്നതല്ല, ഇതൊരു ഗ്ലോബൽ എക്കണോമിക് കൺസെപ്റ്റാണ്. ഓക്കെ, വൈ ദിസ് ഇസ് ഹാപ്പനിങ്, ഐ ടെൽ യു വൈ. So when everybody is reducing, Japan is slowly hiking the interest rate. Now what the survey claims is that this is a warning. This is a warning to global economic situation. I will tell you why. What does this show? ഈ സീറോ ലൈൻ കാണിക്കുന്നത് എന്താ? ഇത് പോളിസി ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. പോളിസി ഇൻട്രസ്റ്റ് റേറ്റ് സീറോ ആകുമ്പോൾ എന്ത് പറ്റും? ചുമ്മാ ഗസ് ചെയ്തേ. അതായത് ചുമ്മാ കാശ് കിട്ടും, ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കണ്ട. ഇത് നെഗറ്റീവിലേക്ക് പോകും. അതിപ്പോൾ നോക്കണ്ട, ഞാൻ ചുമ്മാ പറയാം. അത് നെഗറ്റീവിലേക്ക് പോകുന്ന സംഭവമുണ്ട്. ജപ്പാനിലും എനിക്കൊന്ന് ഡെൻമാർക്കിലൊക്കെ നടപ്പാക്കിയിട്ടുണ്ട്. ലോൺ എടുത്ത കാശ് ഇങ്ങോട്ട് കിട്ടും. ദാറ്റ് ഈസ് പോസിബിൾ. ഐ ആം ജസ്റ്റ് ടെല്ലിങ് യു. ഫോർഗെറ്റ് ദാറ്റ്. ഏതാ അപ്പം ഞാൻ ബാങ്കിൽ കൊണ്ട് കാശ് ഇട്ടാ അവർ ഫൈൻ അടിക്കും. അപ്പം ഐ ഹാവ് ടു കീപ് ദ മണി വിത്ത് മീ. കാരണം എക്കോണമി അത്രയും അനക്കമില്ലാണ്ട് കിടക്കുകയാണ്. സോ ദ എക്കോണമി കനോട്ട് അഫോർഡ് മീ ടു പുട്ട് മൈ മണി ഇൻ ടു ദ ബാങ്ക്. ഐ ഹാവ് ടു യൂസ് ഇറ്റ് ടു സ്റ്റിമുലേറ്റ് ദ എക്കോണമി. സോ ഞാൻ ബാങ്കിൽ കൊണ്ട് FD ഇട്ട് കഴിഞ്ഞാൽ ബാങ്ക് അതിന് ഫൈൻ അടിക്കും. അതാണ് നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്. അത് വിട്ടയ്യോ. ഇപ്പം ജപ്പാനിൽ നോക്കുക. ജപ്പാനിൽ നമുക്ക് പൈസ കോസ്റ്റ് ഇല്ലാണ്ട് ബോറോ ചെയ്യാം ജപ്പാനിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? എല്ലായിടത്തും ഭയങ്കര കോസ്റ്റാണ്. ഇൻവെസ്റ്റേഴ്സ് ജപ്പാനിൽ പോയി അവിടുന്ന് വളരെ തുച്ഛമായ പൈസ കൊണ്ടുവന്ന് ഹൈ ഇൻട്രസ്റ്റ് ഈൽഡിങ് മാർക്കറ്റ്സ് ലൈക്ക് ഇന്ത്യ, അഡ്വാൻസ്ഡ് രാജ്യങ്ങളെക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് എപ്പോഴും ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ കിട്ടും. എൻ്റെ കൺസെപ്റ്റ് പിന്നെ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ്. അപ്പം ലോകരാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി അവർ ഫിനാൻസ് ചെയ്യും. സോ ജപ്പാൻ ആക്ട്സ് ആസ് എ ഹ്യൂജ് ഫിനാൻസർ ടു ദ ഗ്ലോബൽ മാർക്കറ്റ്. ജാപ്പനീസ് ഫണ്ട്സ് ഇഷ്ടം പോലെ എല്ലായിടത്തോട്ടും, ഈവൻ ഇന്ത്യ ഈസ് ഗെറ്റിംഗ് ഇറ്റ്. നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ ഫിനാൻസ് ചെയ്യുന്ന ജപ്പാനാണ്. നമ്മുടെ കുടിവെള്ള പദ്ധതി ഫിനാൻസ് ചെയ്യുന്ന ജപ്പാനാണ്. ഇന്ത്യയിൽ ഒരുപാട്, ഇപ്പം എനിക്ക് ആസാമിലോ മറ്റോ ഒരുപാട് ജാപ്പനീസ് ഫണ്ടുകൾ ഇന്ത്യയിലോട്ടും ഇഷ്ടം പോലെ വരുന്നുണ്ട്. സോ വാട്ട് ഹാപ്പൻസ് വെൻ ദ ജപ്പാൻ ഈസ് ഹൈക്കിംഗ് ഇസ് പോളിസി റേറ്റ്? ഏതാ? ശരിയാണ്, ഒരു പരിധിവരെ ശരിയാണ്. അതൊരു പോയിന്റാണ്. രണ്ട് പ്രശ്നങ്ങളാണ് അതിനകത്തുള്ളത്. ആദ്യം നമുക്ക് ചീപ്പായിട്ട് ജപ്പാനിൽ നിന്ന് ലോൺ കിട്ടിക്കൊണ്ടിരുന്നു. ദാറ്റ് മീൻസ് ദ മണി ഈസ് അവൈലബിൾ ടു ഇൻവെസ്റ്റ് ഗ്ലോബലി എവരിവെയർ ഇൻക്ലൂഡിങ് ഇന്ത്യ. സോ വാട്ട് ഡസ് ദിസ് സിഗ്നിഫൈ? ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ജപ്പാൻ ഈസ് ഗോയിങ് അപ്പ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഈൽഡിലേക്കൊന്നും പോകണ്ട. ഇല്ലല്ല, സിമ്പിൾ സയൻസ്. ഇൻട്രസ്റ്റ് റേറ്റ് സീറോ ആയിരുന്നു. യെസ്, ഇൻട്രസ്റ്റ് റേറ്റ് 1% ആയി എന്ന് വിചാരിക്കുക. സപ്പോസ് വാട്ട് ഡസ് ദിസ് മീൻ? അല്ല, സിമ്പിൾ. ഈ ജസ്റ്റ് ഈ ഗ്രാഫ് നോക്കി പറഞ്ഞാൽ മതി. വേറെ ഒന്നിലോട്ട് ചിന്തിക്കണ്ട. ഈ ഗ്രാഫിൻ്റെ അർത്ഥം എന്താ? ഇൻട്രസ്റ്റ് റേറ്റ് 0 ആയിരുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് 1 ആയി. ബോറോയിങ് കോസ്റ്റ് കൂടിയില്ലേ? നേരത്തെ 0 ഇൻട്രസ്റ്റ്, എനിക്ക് ഫ്രീ ആയിട്ട് കാശ് കിട്ടിക്കൊണ്ടിരുന്നിടത്ത് പെട്ടെന്ന് ഞാൻ ചെല്ലുമ്പം 1% ഇൻട്രസ്റ്റ് തന്നാലേ കാശ് തരും എന്നുള്ളത് പറയുന്ന അവസ്ഥ. അപ്പോൾ ഗ്ലോബൽ ലിക്വിഡിറ്റിക്ക് എന്നാ പറ്റും? ലിക്വിഡിറ്റി കുറയും പെട്ടെന്ന്. ഗ്ലോബലി ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങളായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു വാർണിംഗ് ആയിട്ടാണ് ജപ്പാനിൽ നിന്നുള്ള ലിക്വിഡിറ്റിയും കൂടെ കുറയുന്നു. അതാണ് കാണിക്കുന്നത്. സോ അത് ഗ്ലോബൽ ലിക്വിഡിറ്റിയുടെ ഒരു പ്രശ്നമാണ്. പിന്നെ ജപ്പാൻ്റെ ഒരു അനോമലിയും ഞാൻ കാണിക്കുകയാണ്. ഗ്ലോബൽ എക്കോണമിയിലെ ജപ്പാൻ്റെ അനോമലിയും കാണിക്കുകയാണ്. ചൈനയും ഇത് പ്രശ്നമുണ്ട്. ചൈന ഇന്ത്യയുടെ അടുത്ത രാജ്യമാണ്. ചൈനയിൽ ഡിഫ്ലേഷനാണ് സംഭവിക്കുന്നത്. അവിടെ വിലയിടിവാണ്. അതെന്തുകൊണ്ടായിരിക്കും? ലോകത്തെല്ലായിടത്തും ഇൻഫ്ലേഷനാണ്, ചൈനയിൽ മാത്രം ഡിഫ്ലേഷനാണ്. വൈ? ചൈന ഈസ് ദ ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ്. അവർക്ക് വേണ്ടതും ലോകത്തിന് വേണ്ടതും അവരുണ്ടാക്കുന്നുണ്ട്. പിന്നെ അവിടെ സപ്ലൈ കൂടുതലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഡിമാൻഡിനേക്കാളും. ദാറ്റ്സ് വൈ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് ബോണ്ട് ഈൽഡ് റിലേഷൻഷിപ്പ് അറിയാവോ?
What is bond? What is bond yield? അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്രാവശ്യം സർവേയുടെ കാര്യത്തിൽ. ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് കൈൻഡ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്? ഇക്വിറ്റി ആണോ ഡെപ്റ്റ് ആണോ? ബോണ്ട് ഈസ് എ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. നമുക്ക് പലതരം ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്, ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് വെച്ചാൽ എന്താ? ഞാനൊരു സപ്പോസ് ഐ എം എൻ ഇൻവെസ്റ്റർ, ഐ എം എ കൺട്രി, ഐ എം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഞാനൊരു സെക്യൂരിറ്റി ഇറക്കി, ഒരു ബോണ്ട്, ഒരു പേപ്പർ. ഹീസ് ആൻ ഇൻവെസ്റ്റർ. ഐ എം ഗിവിങ് ഹിം ദ പേപ്പർ ആൻഡ് ആസ്കിങ് ഹിം ടു ഗിവ് മണി. സോ ബോണ്ട്, ഹീ ബോട്ട് മൈ ബോണ്ട്. ഓക്കെ, അപ്പം ഹീ ബോട്ട് മൈ ബോണ്ട്. വൈ ഷുഡ് ഹീ ബൈ മൈ ബോണ്ട്? ഹിസ് മണി, ഇൻട്രസ്റ്റ് കിട്ടാനായിട്ട്. അപ്പം ഞാനൊരു ബോണ്ട് കൊടുത്തു, ഇദ്ദേഹത്തിൻ്റെ നിന്ന് ഞാൻ പൈസ മേടിച്ചു. സോ ഹീ ഈസ് ദ ഹോൾഡർ ഓഫ് മൈ ബോണ്ട് ആൻഡ് ഹീ ഈസ് ഗെറ്റിംഗ് എൻ ഇൻട്രസ്റ്റ് ഫോർ ദാറ്റ് മണി. ആൻഡ് ദാറ്റ് ഇൻട്രസ്റ്റ് ഈസ് നോൺ ആസ് വാട്ട്? ബോണ്ട് ഈൽഡ്. ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയില്ല, എക്കണോമിക് ടേമിൽ ബോണ്ട് ഈൽഡ് എന്നേ പറയാനുള്ളൂ. സോ എന്താ കൂപ്പൺ റേറ്റ്? ദാറ്റ്സ് റൈറ്റ്, അത് ഇൻട്രസ്റ്റ് റേറ്റ്. ബോണ്ടിൻ്റെ കാര്യത്തിൽ ബോണ്ട് ഈൽഡ് എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹം എനിക്ക് ബോണ്ട് തരുന്നു, അല്ല ഞാൻ അദ്ദേഹത്തിന് ബോണ്ട് കൊടുക്കുന്നു. ആൻഡ് ഐ എം ടേക്കിംഗ് ഹിസ് മണി, ഐ എം പേയിങ് ഹിം ഇൻട്രസ്റ്റ്. ദാറ്റ് ഇൻട്രസ്റ്റ് ഈസ് ഹിസ് ഈൽഡ്. Now, what if the bond yield rises? What does that mean? ബോണ്ട് പ്രൈസസിലേക്ക് നമുക്കിപ്പോൾ പോകണ്ട, അത് നമുക്ക് പോവാം. ഐ എം ആസ്കിങ് യു, ബോണ്ട് yield ഈസ് റൈസിങ്. ഇദ്ദേഹത്തിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് കൂടുതലാണ്. ഞാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്, ഞാനാണ് ഇദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. Now, why should I increase the interest giving him? He is a foreign investor. പറഞ്ഞോ, എന്താണ്ടും പറഞ്ഞോ. കൂടുതൽ പണം കിട്ടും, ശരിയാണ്. ഞാൻ കൂടുതൽ പൈസ നിങ്ങൾക്ക് തരാം, കൂടുതൽ ഇൻട്രസ്റ്റ് തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ആൾക്കാർക്ക് എന്നിലേക്ക് വരും. ആ അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ്? വൈ ഷുഡ് ഐ മോർ ദാൻ ദാറ്റ് ഹീ ഈസ് ഡിമാൻഡിങ് മോർ ഇൻട്രസ്റ്റ് ഫ്രം മീ ബിക്കോസ് ഹീ ഡസൻറ്റ് ട്രസ്റ്റ് മീ. ഹീ നീഡ്സ് എ റിസ്ക് പ്രീമിയം അല്ലേ? അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വൈ ഷുഡ് ഹി ഗിവ് മീ? വൈ ഷുഡ് ഹി ഗിവ് ടു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? ഹി ഷുഡ് ഹാവ് ഗിവൺ ടു ദ ഗവൺമെൻറ് ഓഫ് USA. ഹി ഷുഡ് ഹാവ് ഗിവൺ ടു സം വെൽത്തി യൂറോപ്യൻ കൺട്രീസ്. ഹി ഷുഡ് ഹാവ് ഗിവൺ ടു വെൽത്തി സ്കാൻഡിനേവിയ. എല്ലായിടത്തും ഇദ്ദേഹത്തിൻ്റെ ബോണ്ട് സേഫ് ആയിട്ടിരിക്കും, ഇദ്ദേഹത്തിന് ഒരു ഇൻട്രസ്റ്റും കിട്ടും. ഇദ്ദേഹം എന്തിന് ഇന്ത്യയിലോട്ട് വരണം? ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഗ്ലോബലി ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമിയാണ്, 4th ലാർജസ്റ്റ് എക്കോണമി എന്നൊക്കെ പറയും. ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. 4th ലാർജസ്റ്റ് എക്കോണമി അല്ലേ ഇന്ത്യ? What does that mean? Does that mean anything? That does not mean anything. That does not mean. അതിൻ്റെ കഥയിലോട്ട് പിന്നെ വരാം. പോസിറ്റീവാണ് പോട്ടെ, ബട്ട് ഇറ്റ് ഡസൻറ്റ് മീൻ എനിത്തിങ്. നൗ he is giving me money because I am giving him more interest. That means globally my risk appetite, my risk is higher than the other countries. So if his bond yield is rising means my risk is also going high. My possibility of defaulting the bond is going high. My economic stability is decreasing. So bond yield is going high means economic vulnerabilities are rising. Okay. So even in India, even നമ്മൾ വേറൊരു ഗ്രാഫ് കാണും, even globally bond yields are on a high rate. Even in advanced countries, everywhere bond yield is slowly rising. What does that signify? An economic uncertainty. Very good term. An economic uncertainty. That was the term I was searching for. Economic uncertainty ഉണ്ട്.
ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? So the next is the impact of sovereign borrowing cost. Indian government bonds are now globally indexed. Investors increasingly assess the general government finances എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് ചേർന്നിട്ടുള്ളത്. അപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസസ് മാത്രം നോക്കിയാൽ പോരാ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻസും കൂടെ ഇപ്പോൾ ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസീസ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയാണ് സാക്സി എന്ന് പറയുന്ന ഒരു സ്കീം ഗവൺമെൻറ് കൊണ്ടുവരുന്നു. അത് വിൽ സീ ലേറ്റർ. ഓക്കെ, സോ അവർ ബോറോയിങ് കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് കൺട്രീസ് ആർ ഡിമാൻഡിങ് മോർ മണി ഫ്രം അസ് ടു ഗിവ് അസ് മണി. ദേ ആർ ഡിമാൻഡിങ് മോർ ഇൻട്രസ്റ്റ് ടു ഗിവ് അസ് മോർ മണി. സോ അവിടെ സ്റ്റേറ്റ് ഫിനാൻസസിനെയും കൂടെ കൺസിഡർ ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇതിൻ്റെ പ്രിഫേസിൽ പറയുന്നുണ്ട്. ഇതിനെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ചാപ്റ്റേഴ്സിൽ കാണും. ദിസ് ഇസ് അനദർ കമ്പാരിസൺ ഗിവൺ ഹിയർ. ദിസ് ഇസ് ഒരു പൊട്ടൻഷ്യൽ ഏരിയ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്തോനേഷ്യയുടെ കാര്യം പറഞ്ഞില്ലേ, ഇന്ത്യക്കും ഇന്തോനേഷ്യയ്ക്കും നിങ്ങളുടെ ബോണ്ട് ഈൽഡ് എന്നൊരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ അത് പറഞ്ഞ്, ഇന്ത്യക്കും ഇന്തോനേഷ്യയ്ക്കും ഒരേ റേറ്റിംഗ് ആണ് കൊടുത്തേക്കുന്നത്, BBB. പക്ഷേ ഇത് നോക്കിയേ, ഇന്തോനേഷ്യയുടെ 10-year ഈൽഡ്, അതായത് 10 വർഷത്തേക്കുള്ള ബോണ്ടാണ് കേട്ടോ. ഞാൻ പൈസ മേടിച്ചിട്ട് 10 വർഷം കൊണ്ട് കൊടുത്താൽ മതി. 10 വർഷമാണ് മച്യൂരിറ്റി. ബോണ്ട് മച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? തീരുന്ന ടൈം. ഞാൻ ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും കൂടെ തിരിച്ചു കൊടുക്കേണ്ട ടൈം. ഇന്ത്യയുടെ ഈൽഡ് നോക്കിയേ 6.7%. ഇന്തോനേഷ്യയുടെ ഈൽഡ് നോക്കിയേ 6.3%. If you don't have an idea about what bond yield is or what that signify, ഇന്ത്യയിൽ 6.7% ഇൻട്രസ്റ്റ് കിട്ടും, ഇന്തോനേഷ്യയിൽ 6.3 കിട്ടത്തുള്ളൂ. ഇന്ത്യയല്ലേ അടിപൊളി? ഇതിനകത്തൊരു ഇഷ്യൂ ഉണ്ട്. കാരണം ഇൻവെസ്റ്റേഴ്സ് ആർ സീക്കിംഗ് മോർ yield, മീൻസ് അവർ എക്കണോമിക് അൺസർട്ടനിറ്റി ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഇന്തോനേഷ്യ. രണ്ടുപേർക്കും BBB റേറ്റിംഗ് ഉണ്ട്, ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, സോ അതാണ് ആ ബോണ്ട് yield എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു സാധനമാണ്. ബോണ്ടിൻ്റെ ഡിമാൻഡ് കൂടുമ്പം ബോണ്ടിന് yield തന്നെ പറ്റും. അത് എക്കണോമിക്സ് കൺസെപ്റ്റാണ്. ബോണ്ടിന് ഡിമാൻഡ് കൂടുമ്പോൾ yield ബൈ ഡിമാൻഡ് കൂടുമ്പം പ്രൈസ് കൂടും. പ്രൈസ് കൂടുമ്പം പ്രൈസ് കൂടിയിരിക്കുന്ന ഒരു സാധനത്തിനടുത്ത് എനിക്ക് ഇത്ര രൂപ yield തന്നാലേ മേടിക്കുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. കിട്ടുന്ന വിലയ്ക്ക് മേടിച്ചുകൊണ്ട് പോവാം. കാരണം ഇന്ത്യക്ക് ബോണ്ട് yield കൂടി നിൽക്കാനുള്ള ഒരു സർവേ പറയുന്നൊരു കാര്യം, അവിടെയും അവർ എല്ലാം ഓക്കെയാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രശ്നങ്ങളാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഫിസിക്കൽ സ്ട്രെസ് ബൈ ബി അഫക്റ്റിംഗ് ദ ഇന്ത്യാസ് ബോറോയിങ് കോസ്റ്റ് ഒരു പ്രശ്നമാണ്. പിന്നെ പറയുന്നൊരു ഇഷ്യൂ ഹൈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന കൺസെപ്റ്റ്? ചോദ്യം വരാം. വാട്ട് ഇസ് എ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? സിമ്പിളാണ്, ക്യാപിറ്റൽ ഉണ്ടാക്കാനുള്ള ചിലവ്. അതായത് ഇന്ത്യയിൽ ഒരു എയർപോർട്ട് പണിയണമെങ്കിൽ ഉള്ള ചിലവ് കൂടുതലാണ്. ബിക്കോസ് അവർ ബോറോയിങ് കോസ്റ്റ് ഇസ് ഹൈ. വി ഹാവ് ടു റിലൈ ഓൺ ഫോറിൻ സേവിങ്സ്. ഒന്നുമില്ല, അത് അത്രയും കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വി ഹാവ് ടു റിലൈ ഓൺ ഫോറിൻ ഇൻകം. അതായത് ഒരു രാജ്യത്തിൻ്റെ സേവിങ്സ് ആണല്ലോ അവർ നമുക്ക് ബോറോയിങ് ആയിട്ട് തരുന്നത്. ഇന്ത്യ ജർമ്മനി ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ക്രെഡിറ്റേഴ്സ് ഓഫ് ദ വേൾഡ്. ജർമ്മനിക്ക് ഇഷ്ടംപോലെ സർപ്ലസ് ഉണ്ട്. ആ സർപ്ലസ് വന്ന ഇവിടെ അവരുടെ സേവിങ്സ് ആണ്. ഫോറിൻ ഗവൺമെൻറ്റിൻ്റെ സേവിങ്സ് ആണ് അവിടെ ഇരിക്കുന്നത്. അതാണ് നമ്മൾ ബോറോ ചെയ്യുന്നത്. സോ ഇൻ റിയാലിറ്റി വി ആർ ഡിപ്പെൻഡിങ് ഓൺ ജർമ്മനീസ് സേവിങ്സ്. അത് സിമ്പിളായിട്ട് പറയേണ്ട സാധനം പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ സിൻസ് വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ അതർ കൺട്രീസ് സോഴ്സസ് ടു ബിൽഡ് ക്യാപിറ്റൽ ഇൻ ഇന്ത്യ, ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ഹൈ. ബൈ നമ്മുടെ സ്വന്തം സേവിങ്സ് ഇറക്കി എയർപോർട്ട് പണിയാൻ നമുക്ക് ചിലവുണ്ടോ? ചിലവുണ്ട്, ഐ മീൻ ഇൻട്രസ്റ്റ് കൊടുക്കണ്ടല്ലോ. നൗ വി ഹാവ് ടു ബെയർ ദ കോസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൾസോ.
സോ ദിസ് ഡിപ്പെൻഡൻസ് ലീഡ്സ് ടു റിസ്ക് പ്രീമിയം ഓൺ ക്യാപിറ്റൽ. നമ്മുടെ ബോണ്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ബോറോ ചെയ്യുന്നു. സോ ദർ ഇസ് എ റിസ്ക് പ്രീമിയം. ഇൻവെസ്റ്റേഴ്സ് വിൽ സേ ഓക്കെ യുവർ ബോറോയിങ് ഈസ് വെരി ഹൈ, ഐ ഡൗട്ട് ഇഫ് യു വിൽ ഡിഫോൾട്ട്. കാരണം കടം കൂടുതലുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ പിന്നെയും കടം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? സോ നമ്മൾ പറയുന്നു ഓക്കെ എനിക്ക് റിസ്ക് ഉണ്ട്, ആ റിസ്ക് പ്രീമിയം എനിക്ക് വേണം. നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്ന ഇൻട്രസ്റ്റ് പോരാ, എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വേണം, എന്നാൽ പൈസ തരാം. സോ ഇറ്റ് വിൽ ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ബേസിക് ലോജിക്കാണ് പറഞ്ഞിരിക്കുന്നത്. കൺട്രീസ് വിത്ത് സസ്റ്റെയിൻഡ് എക്സ്റ്റേണൽ സർപ്ലസ് ക്യാൻ ഫിനാൻസ് ഇൻവെസ്റ്റ്മെന്റ് ചീപ്ലി ആൻഡ് സ്റ്റേബിളി ഡ്രിവൺ ബൈ സ്ട്രോങ് എക്സ്പോർട്സ്. ഓക്കെ, അതായത് കൈ പൈസ ഉണ്ടെങ്കിൽ ചിലവില്ലാണ്ട് ക്യാപിറ്റൽ ഉണ്ടാക്കാം. ബോറോ ചെയ്യേണ്ടി വന്നാൽ ക്യാപിറ്റൽ കോസ്റ്റ് കൂടും. അപ്പോൾ എങ്ങനെ ഇന്ത്യയുടെ ക്യാപിറ്റൽ കോസ്റ്റ് കൂടുന്നു എന്ന് പറയുന്നുണ്ട്. ബോറോയിങ് ഇന്റേണൽ ആണ് കൂടുതൽ. അതെ, അല്ല, കമ്പയർഡ് ടു അതർ കൺട്രീസ്, കമ്പയർഡ് ടു ഡെവലപ്ഡ് ആൻഡ് വെൽബീയിങ് കൺട്രീസ് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുന്നു എന്നാണ് കാണിക്കുന്നത്. അത് എക്സ്റ്റേണലി എനിക്ക് തോന്നുന്നു 5% 6% മറ്റാണ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ ബോറോയിങ്സ്. ഈവൻ ദാറ്റ് വി ആർ യൂസിങ് ടു ഫിനാൻസ് ക്യാപിറ്റൽ. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ കുറച്ച് കഴിയുമ്പോൾ വേറെ ടോപ്പിക്ക് വരും. പ്രൈമറി ഡെഫിസിറ്റ്. വാട്ട് ഇസ് പ്രൈമറി ഡെഫിസിറ്റ്? പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ അവർ റവന്യൂ ആൻഡ് അവർ എക്സ്പെൻഡിച്ചർ. ആ എക്സ്പെൻഡിച്ചറിൽ നിന്നും ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറയുന്നൊരു കമ്പോണൻറ്റ് മാറ്റിയാൽ നമുക്ക് പ്രൈമറി ഡെഫിസിറ്റ് കിട്ടും. നൗ ആ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ആർക്ക് കൊടുക്കുന്നതാണ്? ബോറോയിങ്സ്, ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ. ബോറോയിങ്സിന് മാത്രമാണ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു സാധനം കൊടുക്കുന്നത്. അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല ഉടനെ, ബിക്കോസ് ഓൾറെഡി എടുത്ത ലോണുകളാണ്, അത് കയ്യിലുണ്ട്, അതിന് ഇൻട്രസ്റ്റ് കൊടുത്തേ പറ്റുള്ളൂ. അവിടെ ചിലവ് കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. കുറയ്ക്കണമെങ്കിൽ ആ ലോൺ അടച്ചു തീർക്കണം, അതിനും കാശ് വേണം. അതിലും വേറെ ഇൻട്രസ്റ്റ് അടച്ച് നിർത്തുന്നതാണ്, കാരണം ബാക്കി ചിലവുകളുണ്ട്. അപ്പോൾ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു വലിയൊരു ചങ്ക് ഓഫ് എക്സ്പെൻസ് ആയിട്ട് ഇങ്ങനെ മാറിയിരിക്കും. അപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ? ബോറോയിങ്ങിനെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ടേക്കൺ. വി ഹാവ് ടു പേ, നോ അതർ ചോയ്സ്. വേറെ എവിടെയാണ് ചിലവ് ചുരുക്കാൻ പറ്റുന്നത്? ബോറോ ചെയ്തിട്ട് ഉള്ള ബാക്കി റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ്, ഇവിടെ എല്ലാം കുറയ്ക്കാൻ പറ്റും. അവിടെയും എഫിഷ്യൻ്റ്ലി കുറയ്ക്കാൻ പറ്റുന്ന എന്താ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൊടുത്താൽ ഗ്രോത്ത് താഴെ പോകും, ലോങ് ടേം ഗ്രോത്തിനെ അത് ബാധിക്കും. റവന്യൂ എക്സ്പെൻഡിച്ചർ, സബ്സിഡീസ്, ക്രോപ്പ് സബ്സിഡീസ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കുറയ്ക്കാം, അനാവശ്യ ചിലവുകൾ ചുരുക്കാം. അപ്പോൾ അവിടെയാണ് ഈ നമ്മുടെ പ്രൈമറി ഡെഫിസിറ്റിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അത് തന്നെ പറയുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്ക് എവിടെ നിന്നായിരുന്നു? എക്സ്റ്റേണൽ ബോറോയിങ്സ്, പ്രൈമറി ഡെഫിസിറ്റ്. ഓക്കെ, അപ്പം പ്രൈമറി ഡെഫിസിറ്റ് കാണിക്കുന്നത് നമ്മുടെ ബോറോയിങ്സിൻ്റെ തുകയാണ്. ഓക്കെ, ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. അതായത് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അപ്പം ഇറ്റ് ഈസ് ഓൾവേസ് ഗോയിങ്. So we have to reduce other expenditures. So when we have reduced other expenditures, still interest payments are high. That means our cost of capital is still high. കാരണം ബാക്കിയെല്ലാം നമ്മൾ കുറച്ചു, ബാക്കി എല്ലാ എക്സ്പെൻസസും കുറച്ച്, പ്രൈമറി ഡെഫിസിറ്റ് കുറച്ചു കൊണ്ടുവന്നു. എന്നിട്ടും ഫിസിക്കൽ ഡെഫിസിറ്റ് അങ്ങനെ തന്നെ നിൽക്കുന്നതിൻ്റെ അർത്ഥം ബോറോയിങ്സ് ആർ ഹൈ, അപ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ആർ ഹൈ. അപ്പം നമ്മൾ കൂടുതലും ആ ഫണ്ട് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ബോറോ ചെയ്ത ഫണ്ട് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ടിരിക്കുക. അതാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. നമ്മുടെ ബഡ്ജറ്റിനകത്ത് ഒരു ഡേറ്റ ഞാൻ ഇട്ടിട്ടുണ്ട്, പിന്നെ കാണിക്കാം. നമ്മുടെ ₹1 എങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്നതിനകത്ത് 20% പോകുന്നത് പഴയ ലോണുകൾ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് അവർ ഇൻട്രസ്റ്റ് കോസ്റ്റ്. സോ ആ ഇൻട്രസ്റ്റ് കോസ്റ്റ് കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാൻ സാധിക്കും. ഞാൻ പറയാൻ വന്നത് വേറൊരു സാധനമാണ്, അത് ഞാൻ മറന്നുപോയി. എന്താണെന്നുള്ളത് what was that? We are discussing something else. പ്രൈമറി ഡെഫിസിറ്റ് വെച്ച് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, കിട്ടുവാണെങ്കിൽ ഞാൻ പറയാം. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന് മനസ്സിലായില്ലേ? ദാറ്റ് മീൻസ് അവർ ബോറോയിങ് കോസ്റ്റ്, പ്രൈമറി ഡെഫിസിറ്റ് കുറയുന്നു.
യാ ഞാൻ അത് ഓർക്കുമ്പോൾ ഞാൻ പറയാം. ദിസ് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സോ നമുക്ക് ചാപ്റ്റർ 1 ഇനി പെട്ടെന്ന് പോകും കേട്ടോ. ജസ്റ്റ് ഇപ്പോൾ ഇതുവരെ നമുക്ക് എക്കണോമിക്സ് സഭ എന്താണ് കാണിക്കുന്നതെന്നും ബേസിക് കൺസെപ്റ്റ്സും എല്ലാം കിട്ടിയില്ലേ. വളരെ പെട്ടെന്ന് പോകുന്ന ചാപ്റ്റേഴ്സേ ഉള്ളൂ. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അതൊക്കെ ചുമ്മാ കുറച്ച് ഡേറ്റ ഒക്കെ വെച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. റിയൽ ജി ഡി പി ഗ്രോത്ത് 7.4%. അപ്പോൾ റിയൽ ജി ഡി പി എന്താണെന്ന് അറിയാലോ. Still, what was that? നോക്കാം. The growth is domestically driven. Okay. Because our private final consumption expenditure. What is that? Private final GDP നമുക്കറിയാം രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അതിൻ്റെ എക്സ്പെൻഡിച്ചർ മെത്തേഡിലെ ഒരു മെയിൻ ഐറ്റമാണ് പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. അപ്പോൾ അത് ദാറ്റ് ഇസ് മോർ ദാൻ 60% ഓഫ് അവർ ജി ഡി പി. അതായത് ഇന്ത്യൻ എക്കോണമിയുടെ മേജർ ഡ്രൈവർ എന്ന് പറയുന്ന ആരാ? നമ്മൾ തന്നെയാണ്. എക്സ്പോർട്ട്സോ ഒന്നുമല്ല, കൂടുതൽ എക്സ്പോർട്ട്സ് ഒന്നും പോകുന്നില്ല. മേജർ ഡ്രൈവർ നമ്മൾ തന്നെയാണ്. സോ വാട്ട് ഡസ് ദാറ്റ് ഇൻഡിക്കേറ്റ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ സ്റ്റേബിൾ എക്കോണമി. കാരണം പീപ്പിൾ ആർ ഡിമാൻഡ് ഇസ് ദെയർ ഇൻ ദ എക്കോണമി. ആൻ എക്കോണമി വിത്ത് 60% ഡ്രൈവ് ചെയ്യുന്നത് ഹൗസ് ഹോൾഡ്സ് ആണെങ്കിൽ ഹൗസ് ഹോൾഡ്സ് അത്രയും ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നല്ല അതിൻ്റെ അർത്ഥം. ദാറ്റ് മീൻസ് അത്രയും ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഡിമാൻഡിനുള്ള വകുപ്പുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. ഇൻകം ഉണ്ടെങ്കിലല്ലേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദേ ആർ ഏർണിങ്. അത്രയും ഡിമാൻഡ് ഉണ്ടെങ്കിൽ അത്രയും സാധനം പ്രൊഡ്യൂസ് ചെയ്താലല്ലേ ആ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലേ? അതുകൊണ്ടല്ലേ ഇൻഫ്ലേഷൻ കുറഞ്ഞിരിക്കുന്നത്. യെസ്, അതാണ് ഞാൻ ചോദിച്ചേ. ഹൗസ് ഹോൾഡ്സ് ആണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. ഈ ഡിമാൻഡ് ഇസ് ഡൊമസ്റ്റിക്കലി ഡ്രിവൺ എന്നുള്ള ടേമിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നത്. ഹൗസ് ഹോൾഡ്സ് ആണ് മജോറിറ്റിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഹൗസ് ഹോൾഡ്സ് ആർ ഡിമാൻഡ് ഉണ്ട് ഹൗസ് ഹോൾഡ്സിന്. ആ ഡിമാൻഡ് മീറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതാണ് ഇൻഫ്ലേഷൻ രേഖകൾ കാണിക്കുന്നത്. ദാറ്റ് മീൻസ് അവർ എക്കോണമി ഈസ് സ്റ്റേബിൾ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. പ്രൈവറ്റ് കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ റിമെയിൻ സ്ട്രോങ്. ക്യാപിറ്റൽ ഫോർമേഷൻ. ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ? ലോങ് ടേം ഗ്രോത്ത്. ഇന്നിപ്പോൾ ഒരു ക്യാപിറ്റൽ ഉണ്ടാക്കി അതിൻ്റെ ഗ്രോത്ത് ഇന്നല്ല, ഭാവിയിലാണ്. ഓക്കെ. നമ്മുടെ പൂർവികർ ക്യാപിറ്റൽ ഉണ്ടാക്കിയിട്ടിരുന്നെങ്കിൽ നമുക്കിന്നും ഗുണമല്ലേ? അതുപോലെ ഉള്ളൂ. സോ ക്യാപിറ്റൽ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഇതിൻ്റെ കാര്യം, പ്രൈമറി ഡെഫിസിറ്റിൻ്റെ കാര്യം. എനിക്ക് എഫക്റ്റീവ് ഡെഫിസിറ്റും പ്രൈമറി ഡെഫിസിറ്റും ഇപ്പോഴും മാറിപ്പോൾ. പ്രൈമറി ഡെഫിസിറ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. സോ പ്രൈമറി ഡെഫിസിറ്റ് എടുത്തിട്ട് നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ പറ്റുള്ളൂ. അത് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നേ ഉള്ളൂ. സബ്സിഡി കുറഞ്ഞു പോകും, കുറച്ച് വെൽഫെയർ മെഷേഴ്സിന് പ്രശ്നം വരും. ബട്ട് ഇഫ് യു യൂസ് ദാറ്റ് ടു റെഡ്യൂസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, it will affect our long-term growth. So we cannot never compromise on capital expenditure. It should be remain stable. Okay. പിന്നെ സപ്ലൈ സൈഡ് ട്രെൻഡിൽ സർവീസ് സെക്ടർ ഇസ് ദ ലാർജസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ഗ്രോത്ത്. 53% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സർവീസ് സെക്ടറാണ്. ഫസ്റ്റ് ഹാഫ് ഓഫ് 2026. നിങ്ങൾ സർവേ വായിക്കുകയാണെങ്കിൽ H1 എന്ന് കാണും, അത് ഫസ്റ്റ് ഹാഫ് ആണ് കേട്ടോ. H1 FY 2026 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ 26. Manufacturing activity has strengthened when agriculture provides stability despite structural constraints. 6 months. First half is 6 months. അഗ്രികൾച്ചറിലെ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് എന്താണെന്ന് നമ്മൾ കാണും കേട്ടോ. ഓക്കെ. പിന്നെ ഇതും നമ്മൾ ആദ്യം പറഞ്ഞ കഥകൾ തന്നെയാണ്. ഇമ്പാക്ട് ഓഫ് US tariffs. ഇനീഷ്യലി
ഫിയേഴ്സ് ഓഫ് ലോവർ ഗ്ലോബൽ ഗ്രോത്ത് ആൻഡ് ഹയർ ഇൻഫ്ലേഷൻ ദീസ് എഫക്ട്സ് ഹാവ് ബീൻ ടെമ്പററി ഇൻ ദ ഷോർട്ട് റൺ. അതായത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ, പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. റീസൺസ് ഫോർ ദ റെസീലിയൻസ് എന്താണ്? ട്രേഡ് അഗ്രിമെന്റ്സ് ബിറ്റ്വീൻ US ആൻഡ് സം പാർട്ട്നേഴ്സ് റെഡ്യൂസ്ഡ്. അതായത് ഇന്ത്യ പുതിയ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. US-ഉമായിട്ടുള്ള അഗ്രിമെന്റ് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ സാധിച്ചു. പുതിയ അഗ്രിമെന്റ് യൂറോപ്പുമായിട്ട് തുടങ്ങി, നേരത്തെ ഓസ്ട്രേലിയയുമായിട്ട് തുടങ്ങിയായിരുന്നു. ഫ്രണ്ട് ലോഡിങ് ബൈ US ഹൗസ് ഹോൾഡ്സ്. അതുകൊണ്ടാണ് ഗ്ലോബൽ എക്കോണമി ഒരു റെസീലിയൻസ് കാഴ്ചവെക്കുന്നത്. അതായത് US താരിഫ് ഹൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ, അത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ദേ ബോട്ട് ഗുഡ്സ് ഇൻ അഡ്വാൻസ് സോ ദേ ഡിഡ്ന്റ് ഫേസ് ഇൻഫ്ലേഷൻ. ഡിലേസ് ഇൻ താരിഫ് ഇംപ്ലിമെൻറ്റേഷൻ, അതായത് മറ്റേ ഇത് പറഞ്ഞാൽ ഇപ്പം പൊട്ടിക്കുന്നു പറഞ്ഞ പോലെയാണ്, അത് പൊട്ടിച്ചിട്ടില്ല. കുറച്ചാൾ മുമ്പാണത് പ്രാബല്യത്തിൽ വന്നത്. സോ ആ ഡിലേയും അപ്പം ആദ്യം എനിക്കൊന്ന് ഒരു കുറേ നാളുകൾക്ക് മുമ്പാണ് ഇവർ ആദ്യമേ താരിഫ് എന്നൊരു ഐഡിയ കൊണ്ടുവരുന്നത്. ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിലും മേടിക്കുന്നു, അതുകൊണ്ട് ഇന്ത്യക്കെതിരെ താരിഫ് ചുമത്തും എന്ന് പറയുന്നു. അത് പല നെഗോഷിയേഷൻസും കൊണ്ട് നീണ്ടു പോയി. ആ നീളം ആണ് ഇതുവരെയുള്ള റെസിലിയൻസിന് കാരണം. ഇനി എന്താണെന്നുള്ളത് കണ്ടറിയണം. ഓക്കെ, ഇന്ത്യ പ്രസക്തിയുള്ള കാര്യങ്ങളല്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇത്രയും ഇഷ്യൂസ് ഗ്ലോബലി ഉണ്ടായിട്ടും വൈ ഇസ് ദ ഗ്ലോബൽ എക്കോണമി നോട്ട് ഫാളിങ് എപ്പാർട്ട്? അതിൻ്റെ കാരണങ്ങളാണ് ഇതൊക്കെ. ഇത് ഗ്ലോബൽ മോണിറ്ററി പോളിസി ട്രെൻഡ്സ് ആണ്. നേരത്തെ ഒരു UPSC ഇതിനെപ്പറ്റി ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഇപ്പോഴും ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഗ്ലോബലി ട്രെൻഡ് കുറഞ്ഞാണ് വരുന്നത്. ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞു അഡ്വാൻസ്ഡ് കൺട്രീസ്, US, UK, ജപ്പാൻ, യൂറോ ഏരിയ. ഈ ഗ്രാഫ് നോക്കണ്ട, ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ പൊതുവെ ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറവാണ്. ഇപ്പം നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് വിദേശ രാജ്യങ്ങളിൽ കാണുമല്ലോ. ഇപ്പോൾ ജർമ്മനിയിലോ, UK ഇൻഫ്ലേഷൻ കൂടുതലാണ്, ജർമ്മനിയിലോ സ്വിറ്റ്സർലൻഡിലോ ഒക്കെയുള്ള ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ മനസ്സിലാവും. അവർക്ക് ലോൺ എടുക്കാൻ നമ്മളത്ര ചിലവൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ഹൗസിംഗ് ലോൺ എടുക്കണമെങ്കിൽ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 8%, 8.5% ഒക്കെയാണ്. അവിടെ ഇൻട്രസ്റ്റ് കുറവാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടി നിന്ന സമയത്ത് ഒരു 2.5% വരെയൊക്കെ എത്തിയിട്ടുള്ളൂ. എമർജിങ് കൺട്രീസിൽ 6%, ഇന്ത്യ 6% മുകളിലാണ്, മെക്സിക്കോ 10% മുകളിൽ പോയി. അതായത് ഇൻ എഫക്റ്റ് പറഞ്ഞാൽ എമർജിങ് കൺട്രീസിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്, അഡ്വാൻസ്ഡ് കൺട്രീസിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. വൈ? ബേസിക് ഇത്രേ ഉള്ളൂ. എമർജിങ് കൺട്രീസിൽ ഇൻഫ്ലേഷൻ എപ്പോഴും കൂടുതലായിരിക്കും. കാരണം നമുക്ക് എപ്പോഴും ഗ്രോത്ത് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യ 7% ഗ്രോ ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താ? ഇന്ത്യ അഡ്വാൻസ്ഡ് രാജ്യങ്ങൾ ഇപ്പം US എടുത്തു കഴിഞ്ഞാൽ 1%, 2% ഒക്കെ ഗ്രോത്ത് ഉള്ളൂ. ഇന്ത്യ 7% ഗ്രോത്ത് ഉണ്ട്. വൈ? ഗ്രോ ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉണ്ട് നമുക്ക്. പുതിയ ഫാക്ടറീസ് വരുന്നു, അവിടെ എല്ലാം ഗ്രോത്ത് എല്ലാം ആയി സാച്ചുറേറ്റഡ് ആയിട്ട് ഇരിക്കുക. ഗ്രോത്ത് കഴിഞ്ഞിട്ടാണ് അവർ പുറത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗ്രോ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രോത്ത് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻഫ്ലേഷനും കൂടുതലായിരിക്കും. ഓക്കെ, ഗ്രോത്ത് കൂടുമ്പം ആൾക്കാരുടെ വെൽബീയിങ് പെട്ടെന്ന് കൂടും, ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടും, സപ്ലൈ ഇല്ലെങ്കിൽ വിലക്കയറ്റം ഉണ്ടാവും. അപ്പോൾ ഇൻഫ്ലേഷൻ കമ്പാരിറ്റീവ്ലി ഇവിടെ എപ്പോഴും കൂടുതലായിരിക്കും. അപ്പം ബേസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിൽ അത് സ്റ്റാറ്റിസ്റ്റിക്കൽ നമ്പർ മാത്രമേ ഉള്ളൂ, അതിന് ഫിസിക്കലി യാതൊരു റിലേഷനും ഇല്ല. കഴിഞ്ഞ വർഷത്തെ ഇപ്പം കോവിഡിൻ്റെ സമയം എന്താ, കോവിഡ് കഴിഞ്ഞ ഉടനെ ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കൂടി. അത് കഴിഞ്ഞുള്ള ഇയറിൽ ഇൻഫ്ലേഷൻ പെട്ടെന്ന് കുറഞ്ഞു. അവിടെ ബേസ് എഫക്റ്റ് പറയാം. കാരണം ഗ്രോത്ത് നമ്മളെന്താ കമ്പാരിസൺ അല്ലേ, കഴിഞ്ഞ ഇയറിലെ വെച്ച് ഈ ഇയറിൽ എത്ര വളർന്നു, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്. ഗ്രോത്ത് 9% കഴിഞ്ഞ ഇയറിൽ വെച്ച് ഈ വർഷം 9%. അപ്പോൾ കഴിഞ്ഞ ഇയറിൽ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് കൂടി ഒരു മോശപ്പെട്ടൊരു വർഷമായിരുന്നെങ്കിൽ അത് ഈ ഇയറിലെ ഗ്രോത്ത് നമ്പേഴ്സിനെ ബാധിക്കും. വെൻ വി കമ്പയർ ടു ലാസ്റ്റ് ഇയർ, അതിനെയാണ് നമ്മൾ ബേസ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ തിങ്. സോ ഇവിടെ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ എമർജിങ് മാർക്കറ്റ്സിൽ ഇൻഫ്ലേഷൻ എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ്, ഒരു ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, ഇത് എക്കണോമിയാണ് കേട്ടോ, സർവേയിൽ നിന്ന് മാറിയിട്ട് എക്കണോമിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു രാജ്യത്തെ ഇൻട്രസ്റ്റ് റേറ്റ് അത് തീരുമാനിക്കപ്പെടുന്നത് എങ്ങനെയാണ്? അത് ഇൻഫ്ലേഷൻ്റെ മുകളിൽ നിൽക്കണ്ടേ എപ്പോഴും?
ഇൻഫ്ലേഷൻ 4% ആണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് കിട്ടുന്ന റിട്ടേൺ 3% ആണ്. അതിൻ്റെ അർത്ഥം എന്താ? ഒരു വർഷം എൻ്റെ ചിലവ് 5% വെച്ച് കൂടിക്കൊണ്ടിരിക്കുക ഇൻഫ്ലേഷൻ. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നിന്ന് എനിക്ക് കിട്ടുന്ന റിട്ടേൺ 3% ഉള്ളൂ. എൻ്റെ വരുമാനം 3% ഗ്രോ ചെയ്യുന്നുള്ളൂ, എൻ്റെ എക്സ്പെൻസ് 5% ഗ്രോ ചെയ്യുന്നുണ്ട്. എനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ? എൻ്റെ വെൽത്ത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് വെൽത്ത് ഉണ്ടാക്കാൻ, എനിക്ക് വെൽത്ത് അക്യൂമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണ്? എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഇൻഫ്ലേഷന് മേളിൽ വാല്യൂ കിട്ടിയാലല്ലേ ഉള്ളൂ. നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നൊക്കെ പറയാം, അത് പിന്നെ വേറെ നോക്കാം. സോ ബേസിക് കൺസെപ്റ്റ് ഇസ് സച്ച്. അതുകൊണ്ടാണ് ഈ RBI പോളിസി ഇതെല്ലാം ഇൻ്റർലിങ്ക്ഡ് ആയിട്ട് കിടക്കുന്നത്. ദി ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ദ മാർക്കറ്റ് ഷുഡ് ബി ഓൾവേസ് എബവ് ഇൻഫ്ലേഷൻ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഈ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ 8%, 9% ഒക്കെ നിൽക്കുന്നത് കമ്പയർഡ് ടു അഡ്വാൻസ് കൺട്രി, ബിക്കോസ് അവർ ഇൻഫ്ലേഷൻ ഈസ് ഓൾസോ റണ്ണിങ് ക്ലോസ് ടു ദാറ്റ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പാണ് എല്ലാവരുടെയും വെൽത്ത് ക്രിയേഷൻ, ഇൻഫ്ലേഷനും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള ഗ്യാപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് അഡ്വാൻസ് കൺട്രീസിലേക്ക് പോകുമ്പം അവരുടെ പോളിസി റേറ്റ്സ് ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഓക്കെ, ഇതുണ്ടോ ബോണ്ട് മാർക്കറ്റ് ഉണ്ടോ, പോകുന്നുണ്ടോ? ബോണ്ട് ഈൽഡിൻ്റെ പോക്ക് വെച്ച് ഗ്ലോബൽ എക്കണോമിക് അൺസർട്ടനിറ്റി നമുക്കിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? മനസ്സിലായോ? ബോണ്ട് ഈൽഡ് എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഈ ഗ്രാഫ് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എക്കണോമിക് അൺസർട്ടനിറ്റി ഉണ്ടെന്ന്. തോന്നുന്നുണ്ടോ? ഗ്ലോബൽ FDI ട്രെൻഡ്സ്, UNCTADയുടെ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അവരുടെ വേൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിപ്പോർട്ട്സ് ആൻഡ് ഇൻഡിസസ്, വേൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിപ്പോർട്ട് ഇറക്കുന്ന ആരാ? UNCTAD. ഗ്ലോബൽ FDI ഫെൽ ബൈ 11% ഇയർ ഓൺ ഇയർ, അതായത് കമ്പയർ ടു ലാസ്റ്റ് ഇയർ. ഓക്കെ, ഇൻ 2024 എക്സ്ക്ലൂഡിങ് സർട്ടൺ എക്കോണമീസ്. അതായത് ആ എക്സ്ക്ലൂഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ US ഉണ്ടാകുന്ന ഇതുണ്ട് FDI. അതായത് UNCTAD റിപ്പോർട്ട് എന്താ പറയുന്നത്? ഗ്ലോബൽ FDI ഫെൽ ബൈ 11%. അപ്പോഴും US FDI കൂടി 19%. ഭയങ്കര വളർച്ചയാണ്. 19% FDI കൂടുക എന്നൊക്കെ പറഞ്ഞു. അത് എങ്ങോട്ടാണ് പോകുന്നത്? മൊത്തം AI റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചറിലേക്കാണ് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞ വലിയൊരു AI ബബിൾ ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട് ഇത്രയും ഫണ്ട് അതിനകത്തേക്ക് പോകുമ്പോൾ. Reflecting the dominance of AI supply chain. അതായത് നേരത്തെ ഏറ്റവും വാല്യുബിൾ കമ്പനി എന്നറിയപ്പെടുന്നത് ആപ്പിൾ ആയിരുന്നു. ആപ്പിൾ എന്ത് ചെയ്തിട്ടാണ് വാല്യുബിൾ കമ്പനി ആയത്? ഐഫോൺസ് വിറ്റു, അവരുടെ പ്രൊഡക്ട്സ് വിറ്റു, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയ പ്രൊഡക്ട്സ് വിറ്റിട്ടാണ് അവർ ലോകത്തെ ഏറ്റവും വലിയ വാല്യുബിൾ കമ്പനി ആയത്. ഇപ്പോൾ ഏതാ കമ്പനി? ആപ്പിൾ അല്ല. ഇപ്പോൾ NVIDIA എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, കേട്ടിട്ടുണ്ടോ? NVIDIA. എല്ലാവരും പറയും 10 വർഷം മുമ്പ് വീട് മേടിക്കുന്നതിന് ഒരു NVIDIAയുടെ ഷെയർ മേടിച്ച് വെച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ ക്യാഷുകാരനായി പോയത്. അത്രയും കൂടി NVIDIA എന്താ പ്രൊഡക്റ്റ്? അവരുടെ പ്രൊഡക്റ്റ് എന്താ? ചിപ്പുകളാണ്. ചിപ്പ്, അതായത് ഒരു കൺസ്യൂമർ പ്രോഡക്റ്റ് പോലുമല്ല, വെറും ചിപ്പുകളുടെ ഇത് വെച്ചിട്ടാണ് അവർ വേൾഡ്സ് മോസ്റ്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനിയായിട്ട് മാറി. That shows the demand for chipsets. എല്ലാം AI ഡേറ്റാ സെൻറ്റേഴ്സ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്.
അത് ഈവൻ മൊബൈൽ ഫോൺ ഇൻഡസ്ട്രി വരെ വളരെ ദോഷകരമായിട്ട് ബാധിക്കാൻ തുടങ്ങി. കാരണം മൊബൈൽ ഫോൺസിനുണ്ടല്ലോ റാമുണ്ട്, ചിപ്പുണ്ട്, മെമ്മറി ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവർക്കും AI കൊടുക്കാനാണ് താല്പര്യം. അവിടെ നിന്നാണ് കാശ് കൂടുതൽ കിട്ടുന്നത്. മൊബൈൽ ഫോൺസിൻ്റെ പ്രൈസ് ഒന്നും കൂട്ടാൻ പറ്റില്ല ഒരു പരിധി കൂടുതൽ. AI ഇൻവെസ്റ്റ്മെന്റ് ഞാൻ പറയുന്ന പൈസയാണ്. കാരണം പുതിയ ടെക്നോളജിയാണ്. എവറി വൺ വോൺസ് ദാറ്റ് ടെക്നോളജി. എവറി വൺ വോൺസ് ടു ഇൻവെസ്റ്റ് ഇൻ AI. ഇപ്പോൾ എന്ത് കമ്പനി എടുത്ത് നോക്കിയാലും പവർഡ് ബൈ AI എന്ന് കാണും. AI ഒന്നും കാണത്തില്ലായിരിക്കും, കുറേ ആൾക്കാരിരുന്നായിരിക്കും വർക്ക് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ എവറി വൺ വോൺസ് AI. സോ AI കമ്പോണൻസിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടുന്നു, AI ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു. ഇതൊക്കെ മെയിൻസ് ആണ് കേട്ടോ, മെയിൻസിൻ്റെ കണ്ടന്റ് ആണ് ഇതൊക്കെ. ഇന്ത്യാസ് കണ്ടിന്യൂസ് റോബസ്റ്റ് ഗ്രോത്ത് സ്ട്രാറ്റജി പഴയ കഥ തന്നെയാണ്. എസ്റ്റിമേറ്റ്സ് ആണ്. GDP ഗ്രോത്ത് എസ്റ്റിമേറ്റ് 7.4%, GVA ഗ്രോത്ത് 7.3, GDP ഗ്രോത്ത് 7.4. വൈ? ബേസിക് എക്കണോമി. GVA പ്ലസ് ടാക്സ് ആണ് GDP. അപ്പോൾ GDP ഈസ് ഗ്രോയിങ് ഫാസ്റ്റർ ദാൻ GVA. ടാക്സ് റവന്യൂ ഇസ് ഗോയിങ് ഹയർ. മനസ്സിലാവുന്നുണ്ടോ? GVA GDP ഡിഫറൻസ്, ബേസിക് എക്കണോമിക് ഡിഫറൻസ് ആണ്. ഒരു മണി വരെ അല്ലേ ക്ലാസ് പറഞ്ഞിരിക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, വൈസ് ഇന്ത്യ ഇസ് ദി 4th ലാർജസ്റ്റ് എക്കോണമി എന്ന് പറഞ്ഞില്ലേ? അതിനകത്ത് പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ലെന്ന് പറഞ്ഞ കാര്യം എന്താ? ഇന്ത്യ, എനിക്ക് തോന്നുന്നു ഇന്ത്യ ഓവർടൂക്ക് ജർമ്മനി അല്ലേ? ജർമ്മനി ടു ബിക്കം ദി 4th ലാർജസ്റ്റ്. ജർമ്മനിയിലെ പോപ്പുലേഷൻ ഐ തിങ്ക് ഇറ്റ് ഇസ് ലെസ് ദാൻ 8 crore. ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയാണ്? 140 crore മുകളിലാണ്. അതായത് 2 വീടുകളെടുത്താൽ 10 ഇഡ്ഡലി ഉണ്ടാക്കുന്നൊരു വീട്, ആ വീട്ടിൽ, അല്ല 20 ഇഡ്ഡലി ഉണ്ടാക്കുന്നൊരു വീട്, ആ വീട്ടിൽ 20 പേരേ ഉള്ളൂ, അല്ല 10 പേരേ ഉള്ളൂ. ഒരു വീട്ടിൽ 20 ഇഡ്ഡലി ഉണ്ടാക്കുന്നു, ആ വീട്ടിൽ 10 പേരേ ഉള്ളൂ. ഒരാൾക്ക് എത്ര ഇഡ്ഡലി കിട്ടും? 2 ഇഡ്ഡലി കിട്ടും. 140 ഇഡ്ഡലി പേരുള്ള ഒരു വീട്, അവിടെ 10 ഇഡ്ഡലി ഉണ്ടാക്കുന്നുള്ളൂ. അല്ല ഇപ്പോൾ അവിടെ 20 ഇഡ്ഡലി ഉണ്ടാക്കിക്കോട്ടെ. 140 പേരുള്ളൊരു വീട്ടിൽ 20 ഇഡ്ഡലി ഉണ്ടാക്കുന്നു, 10 പേരുള്ള വീട്ടിൽ 20 ഇഡ്ഡലി ഉണ്ടാക്കുന്നു. ഏത് വീടായിരിക്കും കൂടുതൽ ലിവിങ് ബെറ്റർ ആയിട്ടുള്ളത്? ഓബിയസ്ലി ഒരാൾക്ക് 2 ഇഡ്ഡലി വെച്ച് കിട്ടും. ഇവിടെ ഒരാൾക്ക് എത്ര ഇഡ്ഡലി? 1 ഇഡ്ഡലി പോലും. ദാറ്റ് ഇസ് ദ കേസ്. എന്നിട്ട് ഞാൻ 21 ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞു 20 ഇഡ്ഡലി ഉണ്ടാക്കിയ വീടിനേക്കാൾ മുമ്പിൽ ഞാൻ എത്തി. ദാറ്റ്സ് ദ ഡിഫറൻസ്. അഗ്രികൾച്ചർ ഗ്രോത്ത് ആണ് 3.1. ഇതൊക്കെ മെയിൻസ് ഡേറ്റ ആണ് കേട്ടോ. അഗ്രികൾച്ചർ ഗ്രോത്ത് 3.1%. ഫാക്ച്വൽ ഡേറ്റ ആണ്, വായിച്ചാൽ കിട്ടുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. Agriculture is growing below long-term average. This is what we need. Slower growth reflects structural constraints. അതായത് ക്രോപ്പ് സെക്ടർ, ക്രോപ്സ്, അതായത് നമ്മുടെ അഗ്രികൾച്ചറൽ ജീവിയുടെ മോർ ദാൻ ഹാഫും ക്രോപ്പ് സെക്ടറാണ്. പക്ഷേ ക്രോപ്പ് സെക്ടർ ഭയങ്കര വോളറ്റിലിറ്റിയാണ്. പ്രൈസ് പെട്ടെന്ന് കൂടും, പ്രൈസ് പെട്ടെന്ന് കുറയും. അതാണ് ഒരു സ്ട്രക്ചറൽ ഇഷ്യൂ ക്രോപ്പ് സെക്ടറിൻ്റെ. ആ സ്ട്രക്ചറൽ ഇഷ്യൂസ് സ്റ്റെം ചെയ്യുന്ന എവിടെ നിന്നെന്ന് വെച്ചാൽ, ഒന്ന് ലോജിസ്റ്റിക്കൽ ഇഷ്യൂസ്. ക്രോപ്പ് സെക്ടറിൽ മജോറിറ്റിയും പെരിഷബിൾ ആയിരിക്കും. അപ്പം ഇപ്പം നമുക്ക് തന്നെ കാണാം കുട്ടനാട്ടിലെ കർഷകരുടെ പ്രശ്നം. അവർ അരി കൊയ്തെടുത്ത് വെച്ച് അപ്പം തന്നെ എടുത്തുകൊണ്ട് പോകണം, ഇല്ല അവിടെ കിടന്ന് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് പോയി. അപ്പം അങ്ങനെ പലയിടത്തും ഇത് സംഭവിക്കുമ്പോൾ ഒരു ക്രോപ്സിൻ്റെ വില കൂടും. ചിലപ്പോൾ ബമ്പർ ക്രോപ്പ് ആണെങ്കിലോ ക്രോപ്സിൻ്റെ വില പെട്ടെന്ന് ഇടിയും. അപ്പോൾ ക്രോപ്പ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വോളറ്റൈൽ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഓക്കെ, പക്ഷെ നേരെ മറിച്ച് അലൈഡ് ആക്ടിവിറ്റീസ്, ലൈഫ് സ്റ്റോക്ക്, ഫിഷറീസ്, അതൊക്കെ സ്റ്റഡി ആയിട്ടാണ് പോകുന്നത്. അതിനകത്ത് വലിയ വോളറ്റിലിറ്റി ഒന്നുമില്ല.
അപ്പോൾ അവിടെ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്രോപ്പ് സെക്ടർ ഭയങ്കര വോളറ്റൈലാണ്, അലൈഡ് ആക്ടിവിറ്റീസ് അത്ര വോളറ്റൈൽ, ഇറ്റ് ഈസ് മോർ സ്റ്റഡി. ഓക്കെ, സോ ദ റൈസിങ് ഷെയർ ഓഫ് അലൈഡ് ആക്ടിവിറ്റീസ് ആർ സ്റ്റെബിലൈസ് ദ ഓവറോൾ അഗ്രികൾച്ചർ ഗ്രോത്ത്. അതായത് നമ്മുടെ അഗ്രികൾച്ചർ ഗ്രോത്തിനെ സസ്റ്റെയിൻ ചെയ്യുന്നത് അഗ്രികൾച്ചർ അലൈഡ് ആക്ടിവിറ്റീസ് ആണ്. ക്രോപ്പ് സെക്ടർ ഭയങ്കര വോളറ്റൈലാണ്, ബട്ട് ദി അലൈഡ് ആക്ടിവിറ്റീസ് ഇസ് മേക്കിംഗ് ഫോർ ഇറ്റ്. ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസർ ബൈ വാല്യൂ. ഇന്ത്യ ഈസ് ദ വേൾഡ്സ് സെക്കൻഡ് ലാർജസ്റ്റ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസർ ബൈ വാല്യൂ. ബട്ട് ദ ഷെയർ ഓഫ് അഗ്രികൾച്ചർ എക്സ്പോർട്ട് ഇന്റർനാഷണൽ ട്രേഡിൽ ഇന്ത്യക്ക് 2024 2.2% ഉള്ളായിരുന്നു. വാട്ട് ഡസ് ദാറ്റ് ഇൻഡിക്കേറ്റ്? ഡൊമസ്റ്റിക് കൺസപ്ഷൻ, നമ്മൾ ഉണ്ടാക്കുന്നു, നമ്മൾ തന്നെ കഴിക്കുന്നു. കാരണം ഇന്ത്യയിലെ മജോറിറ്റിയും സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറാണ്, കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചർ കുറവാണ്. ഓക്കെ, അതായത് നല്ല പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ നമുക്ക് അധികം എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അതൊക്കെ മെയിൻസിന് കൊടുക്കാം, ഈ ഡേറ്റയൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. 2.2% ഉള്ളൂ ഷെയർ ഗ്ലോബൽ എക്സ്പോർട്സിൽ കൊടുക്കാവുന്നതാണ്. വൈൻഡപ്പ് ചെയ്യാം, ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ ഗ്രാഫ് കണ്ടിട്ട് എന്താ തോന്നുന്നത്? വോട്ട് യു അണ്ടർസ്റ്റാൻഡ്? അതായത് റിയൽ ജി ഡി പിയിൽ ഇഫ് യു ഡ്രോ എ ലൈൻ ഓൾമോസ്റ്റ് സ്റ്റഡി, പക്ഷെ നോമിനൽ ജി ഡി പി ഈസ് ഡിക്ലൈനിങ്. കണ്ടോ, താവൂട്ടാവും. ഹൗ ക്യാൻ ദാറ്റ് ഹാപ്പൻ? ഇൻഫ്ലേഷൻ ഉണ്ടോ ഇല്ലയോ? അതായത് ഷെയർ ഓഫ് നോമിനൽ ജി ഡി പി ആണ് കേട്ടോ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് എക്കണോമിക് കോർ കൺസെപ്റ്റ്സ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഷെയർ ഇൻ നോമിനൽ ജി ഡി പി, അതായത് നോമിനൽ ജി ഡി പി നമുക്ക് രാജ്യത്തിൻ്റെ മൊത്തം ജി ഡി പി എടുക്കാം. അതിന് പല സെക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സർവീസ് സെക്ടറുണ്ട്, അഗ്രികൾച്ചർ സെക്ടറുണ്ട്. സർവീസ് 53 കൊടുക്കുന്നുണ്ട്, അഗ്രികൾച്ചർ 18-20 കൊടുക്കുന്നുണ്ട്. പിന്നെ ഇൻഡസ്ട്രിക്കകത്ത് നമുക്ക് മാനുഫാക്ചറിങ് എടുക്കാം എളുപ്പത്തിന് വേണ്ടി. ഇപ്പോൾ മാനുഫാക്ചറിങ്, സർവീസസ്, അഗ്രികൾച്ചർ. മാനുഫാക്ചറിങ്ങിൻ്റെ മാത്രം ഷെയർ കുറയുന്നു. 2 കാരണങ്ങളുണ്ട്. ഒന്നെങ്കിൽ മറ്റേതിൻ്റെ ഷെയർ കൂടാം, അല്ലേ? നമ്മളൊരു പൈ ചാർട്ട് വരച്ചാൽ ഇത് മാനുഫാക്ചറിങ്, ഇത് സർവീസസ്, ഇത് അഗ്രികൾച്ചർ. അപ്പോൾ മാനുഫാക്ചറിങ്ങിൻ്റെ നോമിനൽ ജി ഡി പി ഷെയർ കുറയണമെങ്കിൽ ദർ ക്യാൻ ബി 2 റീസൺസ്. ഒന്ന്, ഇതിൻ്റെ പ്രൈസ് കൂടുന്നുണ്ട്, നോമിനൽ ജി ഡി പി ആണ്. സർവീസസിൻ്റെയും അഗ്രികൾച്ചറിൻ്റെ സർവീസസിനും അഗ്രികൾച്ചറിനും വിലക്കയറ്റം കൂടുതലുണ്ടെങ്കിൽ നോമിനൽ ജി ഡി പി കയറാം, മാനുഫാക്ചറിങ് കുറയാം. അപ്പോൾ ഇവിടെ പറയുന്നെന്താ? മാനുഫാക്ചറിങ്ങിൽ വിലക്കയറ്റമില്ല, അല്ലെ മാനുഫാക്ചറിങ്ങിൻ്റെ ഔട്ട്പുട്ട് വാല്യൂസ് കമ്പാരിറ്റീവ്ലി അത്രയ്ക്കില്ല. സോ ഇറ്റ് ഷോസ് ദാറ്റ് മാനുഫാക്ചറിങ് ഔട്ട്പുട്ട് ഉണ്ട്. കാരണം എന്താ? റിയൽ ജി ഡി പി സ്റ്റേബിളാണ്. റിയൽ ജി ഡി പി മെഷർ ചെയ്യുന്നത് എന്താ? ഔട്ട്പുട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 2 പേന വിറ്റു, റിയൽ ജി ഡി പി ഓർമ്മയുണ്ടല്ലോ ആ കേസ്. അപ്പോൾ റിയൽ ജി ഡി പിയിൽ ഔട്ട്പുട്ട് ഉണ്ട്. ഫൈനൽ വില തീരുമാനിക്കുന്ന എന്താ? നോമിനൽ ജി ഡി പിയാണ്. കാരണം വിത്ത് ടാക്സ്, ജി ഡി പി വിത്ത് ടാക്സ് ആൻഡ് ഇൻഫ്ലേഷനും ടാക്സും കൂടെ കൂട്ടിയിട്ടാണ് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് തീരുമാനിക്കുന്നത്. അത് തീരുമാനിക്കുമ്പോൾ നോമിനൽ ജി ഡി പി താഴോട്ട് പോകുന്നു. അതിനർത്ഥം പ്രൊഡക്ഷൻ സ്റ്റേബിളായിട്ട് പോകുന്നുണ്ട്, പക്ഷേ വില അത്രയും അങ്ങോട്ട് കയറുന്നില്ല. അത് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം.